മോഹൻലാലും പോലെ തന്നെ മമ്മൂട്ടിയെ കെട്ടിപ്പിടിക്കും, തലയെ മുത്തും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആയിരക്കണക്കിന് എല്ലാവരും വന്ന് ചോദിച്ചു മോഹൻലാൽ ഒരു കെട്ടിടം വെച്ച് തന്നു. അത് 1 കോടി രൂപയ്ക്ക് വെച്ചെന്ന് പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യ. എപ്പോഴും നിങ്ങൾ ആ കൂട്ടത്തിൽ പറഞ്ഞ തിരുവനന്തപുരം ബെൽറ്റ് എന്ന്. ഞാൻ തിരുവനന്തപുരം ബെൽറ്റ് അല്ല, അവരെൻ്റെ കണ്ണിനുണ്ണിയാണ്. ഞാൻ തിരുവനന്തപുരം ബെൽറ്റ് എന്ന് പറയുന്നത് അടിയുണ്ടാക്കണ വഴക്കുണ്ടാക്കുന്നവരല്ല. മോഹൻലാൽ സാറ് മിന്നൽ പരമശിവമുള്ള എന്ന് പറഞ്ഞ് ഒരു പടം എടുക്കാൻ പോയത്, അതും പോയി. ജയസൂര്യ കേൾക്കണമെങ്കിൽ ഒന്ന് ഓർക്കുക. കാരണം ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ പറക്കുന്ന ഞാൻ നിങ്ങളെ എവിടെയെല്ലാം കൊണ്ടുപോയി. അങ്ങനെ കോഴിക്കോട്ട് കൊണ്ടുപോയപ്പോഴാണ് പ്രിയം പറഞ്ഞത് ഇപ്പം ഈ പയ്യൻ്റെ റോള് ആ ഉണ്ടായിരുന്ന ആ പടം ഞാൻ എല്ലാം ഇപ്പം മൊത്തം ഡമ്മിലാണ്. കലാസ്നേഹികളെ, ഇപ്പോൾ സംസാരിക്കുന്നത് പ്രേം നസീർ. എൻ്റെ നാട്ടുകാരനായ മിസ്റ്റർ തമ്പി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. കുഞ്ഞുനാളിലെ തമ്പി എനിക്കറിയാം. പള്ളിക്കൂടത്തിൽ പോകാതെ കള്ളമടിച്ച് കലയുടെ പിന്നാലെ നടന്ന തമ്പി ഇപ്പോൾ ഒരു സിനിമാ താരം കൂടിയായിരിക്കുകയാണ്. വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ തമ്പിക്ക് നല്ല സാമർഥ്യമുണ്ട്. തമ്പിയുടെ റെക്കോർഡ് നൃത്തം വളരെ പ്രശസ്തമാണ്. തമ്പി എന്നാൽ അനുജൻ എന്നല്ലേ അർത്ഥം. സാമ്പത്തിക കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിക്കുറിച്ച കലാസ്നേഹികളെ, ഈ അനുജനെ സ്വീകരിക്കുക. പ്രിയമുള്ളവരെ, നമസ്തേ. D4 മാൻസ് ക്ലബിലെ എൻ്റെ പ്രേക്ഷകരായ അതിലെ എല്ലാ ജീവനക്കാർക്കും ഡാൻസർ തമ്പിയുടെ കൂപ്പുകയിൽ സ്നേഹം നിറഞ്ഞ ഒരുപാട് മുത്തുക്കൾ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ വരുന്നു. പക്ഷേ ഇവിടെ നല്ലവരെല്ലാം ജനിക്കുന്നു, മരിക്കുന്നു. പക്ഷേ എല്ലാം മരണപ്പെട്ടെല്ലാം തീരുമ്പോൾ ആ സമയങ്ങളിലുള്ള ഒരു കൂട്ടവിളി, ഒരു കരച്ചിൽ. പക്ഷേ നമ്മൾ എന്തെല്ലാം കരഞ്ഞാലും ഏതെല്ലാം എടുത്താലും 10 മാസം താലൂട്ടി വളർത്തി ഒരു മോനെ പ്രസവിച്ച് അവനെ ഈ ലോകത്തിനോട് കൊണ്ടുവരുമ്പോൾ വലിയ കടപ്പാട് തള്ളയ്ക്കും തന്തേനും ഉണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നെല്ലാം ആളുകൾ മാർക്കുന്നു. ഇത് പറയാൻ കാരണം അത് നമ്മുടെ ലോകത്ത് ഒരുപാട് നാളത്ത് നടക്കുന്നതാണ്. മലയാള സിനിമ ഞാൻ പിച്ച വെച്ച കാലം തൊട്ട് എൻ്റെ അപ്പൂപ്പ ഒരു കാക്കാരസി നാടകം കേരളത്തിൽ കൊണ്ടുവന്ന ഒരാളാണ്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ എല്ലാവരും എൻ്റെയൊക്കെ ചോദിക്കുന്നുണ്ട്, തമ്പിയണ്ണ ഇവിടെ ഈ TV മാധ്യമങ്ങളിൽ ഒരുപാട് ആൾ ആവശ്യമില്ലാതെ പലതും സംസാരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഇങ്ങനെയൊക്കെയുള്ള ഒരാളുടെ കൂട്ടത്തിലെല്ലാം നിങ്ങൾ സന്തോഷകഥാട്ടിയാലും നടന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് 2 വാക്കുകൾ സംസാരിക്കുന്നില്ല? അപ്പം ഞാൻ ഒരു മോശപ്പെടുത്തുന്നല്ല. ഈ ഇടയ്ക്ക് ഒരു സംഭാഷണത്തിൽ കൂടി ഞാനിപ്പോൾ ഈ ജയൻ സാറിൻ്റെ പരിപാടി പ്രക്ഷേപണം ചെയ്യുന്ന ആ മഹാൻ കൊടുത്തു തീർന്ന് വേറെ ഒരുപാട് എൻ്റെ പ്രിയപ്പെട്ടവരിടെയാണ്. അതിൽ നിന്ന് ഞാൻ ജീവകാര്യങ്ങളും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഫേസ്ബുക്കിലുണ്ട്. ഡാൻസർ തമ്പിയെന്ന് അടിച്ചാൽ മതി. ആരോ അവർ നല്ലവരാണ്, കാരണം അവർ ചെയ്തവരെ ഞാൻ മടയനെന്ന് പറയില്ല. കാര്യം എന്നറിയാം, എന്നെക്കൊണ്ട് അവരെങ്ങനെയെങ്കിലും ജീവിക്കുമല്ലോ. അതിലെടുത്തിട്ട് നമ്മുടെ കോണാൻ മോഹൻലാലിനെ കഴുകി കൊടുത്തെന്ന്. എൻ്റെ സുഹൃത്തേ, ഈ കോണാനെന്ന് പറഞ്ഞാൽ അറിയാമോ? പണ്ട് ആ കോണാനെല്ലാം ഉപേക്ഷിച്ചപ്പോഴാണ് ഇപ്പോൾ രോഗങ്ങൾ പിടിച്ച് ആളുകൾ മരിക്കുന്നത്. രാജകുടുംബം തൊട്ട് എല്ലാവരും ഈ തരിക്കുന്ന കോണാനെന്നൊരു കോണാൻ്റെ വൃത്തിയുടെയല്ല. അട്ടിമറി നടക്കുമ്പോൾ മോഹൻലാലിനെ, അതായത് ശ്രീനാഥ് ഉൾപ്പെടെ നമ്മൾ ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ അവരെ സ്നേഹിക്കുന്നവരാ, ഞാൻ കഴിവിട്ട് കൊടുക്കും, അതിന് നാണക്കേടല്ല. പിന്നെ പറഞ്ഞു നമ്മുടെ ഈ മോഹൻലാലെല്ലാം കൂടുന്ന സമയത്ത് അടിസ്റ്റണ്ടെല്ലാം അത് നല്ലോണം കേട്ടിട്ട് പറയേ. ഇന്ന് മോഹൻലാൽ സാറായിരുന്നാലും മമ്മൂട്ടി സാറായിരുന്നാലും ഒരു ഷൂട്ടിങ്ങിന് പോകുമ്പോൾ 24, 30, 15 സെക്യൂരിറ്റിയാണ് കൂടെ ഉള്ളത്. അന്ന് മോഹൻലാൽ സാറിൻ്റെ പടത്തിനെല്ലാം ഷൂട്ടിങ് തുടങ്ങുമ്പോൾ ഒറ്റ സെക്യൂരിറ്റിയാണില്ല, ആകെപ്പാടെ ഉള്ളൊരു സെക്യൂരിറ്റി ഞാനാണ്. അപ്പോൾ നമ്മൾ ഈ വരുന്നവരെല്ലാം അടികൂടാൻ നിൽക്കുമോ? അതിനാണ് മോഹൻലാൽ സാറിൻ്റെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ തടവായി നമ്മൾ പതുക്കെ പറഞ്ഞേക്കാം, ഇങ്ങനെ തടവി അങ്ങനെ പറഞ്ഞേക്കാം. അല്ലാതെ അടി ഉണ്ടാക്കാനല്ല. നമ്മൾ പ്രേക്ഷകർ മോഹൻലാൽ സാറിനെല്ലാം ആക്കണമെങ്കിൽ കേരളത്തിലെ ജനങ്ങളാണ്, അല്ല അത് മോഹൻലാൽ സാറല്ല. അവർ പ്രേക്ഷകരിൽ നിന്നും കണ്ട് അവർ പടങ്ങൾ കണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് അവർ സ്നേഹത്തോടെ അവരെ സ്നേഹിക്കുമ്പോൾ ഇവരിങ്ങോട്ടും സ്നേഹിക്കുന്നു. അതേസമയം ചില സമയം ഷൂട്ടിങ് നടക്കുമ്പോൾ ഒരാളിനൊരു ഫോട്ടോ എടുക്കുമ്പോൾ പിന്നെ വന്നിട്ട് ചില ആൾക്കാർ മനപ്പുറം ഉടക്കം ഉണ്ടാക്കുകയാണ്. അവരെല്ലാം നമുക്ക് മുത്തൊന്ന് വിളിച്ച് വയറ്റിൻ്റെ അകത്ത് വയ്ക്കാൻ നോക്കില്ല, പറഞ്ഞ സമാനത്തിൽ വിടും. അതൊരു വലിയ കമ്പമാക്കി. എൻ്റെ പ്രിയപ്പെട്ട ഈ ചില മാധ്യമങ്ങളിലുള്ള എൻ്റെ സുഹൃത്തുക്കളെ, ഡാൻസർ തമ്പി അണ്ണൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്, കള്ളം പറയില്ല. ഡാൻസർ തമ്പി അണ്ണനെല്ലാം പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ അത് തീർന്നില്ലോ. മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു മഹാൻ ഷൂട്ടിങ്ങിന് വന്ന് കിടക്കുമ്പോൾ തീർന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ചില സമയത്ത് ക്ഷീണമായിരിക്കും. എന്നിടയ്ക്ക് വേണ്ടെന്ന് പറയും. എങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ 2 കാലും തടയി കൊടുക്കും. അത് കാല് പുള്ളിക്ക് നല്ലൊരു സുഖമാണ്.
എന്നാലും എന്നെ വഴക്ക് പറയും. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെക്കാൾ മൂത്ത ഒരാളാണ്. ആ ബഹുമാനവും സ്നേഹങ്ങളുണ്ട്. പക്ഷേ എൻ്റെ അടുക്ക് ഒരു വീഡിയോ മാധ്യമങ്ങൾ വന്ന് പറയാണ്, തമ്പി എണ്ണ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്, എന്നാൽ കള്ളം പറയില്ല. അതുകൊണ്ട് മോഹൻലാൽ സാറായിരുന്നാലും മമ്മൂട്ടി സാറായിരുന്നാലും ഈ മലയാള സിനിമയിൽ ആരുണ്ടെങ്കിലും ഞാൻ ഇന്ന് തൊട്ട് തുറന്നു പറയും. എന്നും ചൊല്ലി അവർക്ക് ഒരു ഹൃദയത്തെ തട്ടുന്നൊരു വാക്കൊന്നും ഞാൻ പറയില്ല. അതെല്ലാവരും കാണുമല്ലോ. കാരണം എൻ്റെ അനുഭവം കൂടെ മറ്റുള്ള അറിയണ്ടേ. ഞാൻ മോഹൻലാലിനെ കൂടെ ഒരു കട്ടിൽ ഒത്തു കിടന്നിട്ടുണ്ട്. സന്തത സഹതാതി എന്നല്ലാതെ എന്നെ വിളിക്കില്ല. മോഹൻലാലും പോലെ തന്നെ മമ്മൂട്ടി എന്നെ കെട്ടിപ്പിടിക്കും, തലയെ മുത്തും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആയിരക്കണക്കിന് 10000 സ്റ്റില്ല് വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോഴും അവരെ ബഹുമാനിക്കുകയാണ്. എല്ലാവരും വന്ന് ചോദിച്ചു, മോഹൻലാൽ ഒരു കെട്ടിടം വെച്ച് തന്നു, അത് 1 കോടി രൂപയ്ക്ക് വെച്ചെന്ന് പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യ. അതിൻ്റെ ഒരു സംഭവം മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ കിടക്കുന്നത് മരിച്ചുപോയ സത്യൻ സാർ ഇങ്ങനെയുള്ള ഒരു കഥയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ സത്യൻ സാറ് മരണപ്പെടുമ്പോൾ അദ്ദേഹം താമസിക്കുന്നതന്നെ തിരുവനന്തപുരത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും ചെമ്മീൻ ഷൂട്ടിങ് കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയം ഈ മംഗലാപുരത്ത്, ഞാനിന്ന് സംസാരിക്കുന്ന മംഗലാപുരത്ത് വെച്ച് കാറ് എന്തോ ഒരു തട്ടി പുള്ളിക്ക് എന്തോ ഒരു സുഖമില്ലാതെ അന്നായി. അതിന് ശേഷം പുള്ളി ഒരു എന്താ പറയുക, ഒരു പ്രശ്നത്തിൽ കൂടിയാണ് കടന്നുപോയത്. ദൈവതമ്പുരാൻ അദ്ദേഹത്തിനെ നമുക്ക് കൂടുതൽ കാണാനുള്ള ഇത് തന്നില്ല. കാരണം ഇന്ന് മലയാള സിനിമയല്ല, അദ്ദേഹം അഭിനയ ചക്രവർത്തിയാണ്. അദ്ദേഹം അഭിനയിക്കുമ്പോൾ മലയാള സിനിമയിൽ ഞാൻ നസീർ സാറിൻ്റെ സത്യൻ സാറിൻ്റെ അല്ലെ മറ്റുള്ളവരെ മോശമല്ല, ഓരോരുത്തരുടെ ക്യാരക്ടറാണ് പറയുന്നത്. ആ ചെമ്മീനിലെ ഒരു വേഷം മാത്രം പോരെ ശീലമ്മായി നസീർ സാറും മധു സാറും കാണിച്ചിരിക്കുന്നത്, കൊട്ടാരക്കര ശ്രീധരൻ സാറും കാണിക്കുന്നത്. അത് ഇന്നുവരെങ്കിലും ഉണ്ടോ? അത് പടം എടുത്ത ഒരാളാണ് ബാബുസേട്ട്. അദ്ദേഹത്തിനെക്കുറിച്ച് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതിന് വന്നതിന് ശേഷമുള്ള തലമുറയിൽ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തലമുറകൾ വരുന്ന സമയത്ത് ഞാൻ മരണപ്പെട്ട ഇവരുടെ എല്ലാം ഒരു കൂട്ടത്തിൽ എനിക്കിന്നും കാണാൻ ഒരു ദൈവതമ്പുരാനാണ് തന്നിട്ടുള്ളത്. അതിനാണ് നമ്മൾ എപ്പോഴും നിങ്ങൾ ആ കൂട്ടത്തിൽ പറഞ്ഞത് തിരുവനന്തപുരം ബെൽറ്റെന്ന്. ഞാൻ തിരുവനന്തപുരം ബെൽറ്റല്ല, അവരെൻ്റെ കണ്ണിനുണ്ണിയാണ്. ഞാൻ തിരുവനന്തപുരം ബെൽറ്റ് എന്ന് പറയുന്നത് അടിയുണ്ടാക്കണം വഴക്കുണ്ടാക്കുന്നവരല്ല. പങ്കജിലെ സുരേഷ് എന്നായിരുന്നാലും മേനക സൂര്യൻ എന്നാണ് പറയുന്നത്. മണിയമ്പുള്ള രാജ്യം എന്ന് പറയുന്നത് ഷാജി കൈലാസ് എന്ന് വേണ്ട അപ്പി ഇവരെല്ലാം ഒരു നാട്ടിൻ്റെ ഒരു ഉപകാരികളാണ്. നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യങ്ങളോ പറയാം. ഗണേഷ് കുമാരും MG ശ്രീകുമാരും കൂടെ ഒരു ചെറിയ പിണക്കം ചിത്രഹോമിൽ ഞാൻ അവരെല്ലാവരും കൂടെ ഒത്തുചേർത്തിട്ട് ഇവർ ഫംഗ്ഷൻ വെച്ചപ്പോൾ ആ ചിത്രഹോമിലെ കുട്ടികൾ ഇപ്പോൾ കൊട്ടി നടക്കുന്നത് MG ശ്രീകുമാർ പാടി കാശ് കൊടുത്ത്, ഗണേഷ് കുമാർ പിരിച്ച് കാശ് കൊടുത്ത്. അതാണ് അവരുടെ സ്നേഹങ്ങൾ. അങ്ങനെ നോക്കിയ ജീവകാരുണ്യത്തിൻ്റെ ഒരുപാട് ആളുകളുണ്ട്. അല്ലാതെ ഈ ജീവകാരുണ്യം തുടങ്ങി വെച്ച കരുണാ സാറിൻ്റെ കുടുംബം, പത്മജ വേണുഗോപാൽ, മുരളി സാറ്, പിന്നെ കരുണാകര സാറ്, പിന്നെ അല്ലാതെ ഒരു പത്രപ്രതിനിധി ഉണ്ട്, ക്രേമഞ്ചില നന്ദകുമാർ. എടുത്തു പറയാണ്, എനിക്കറിയാം അദ്ദേഹത്തിനെ. വേളാങ്കണ്ണിയോട്ട് അഴീക്കൽ വരെ ഞാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദൻ സാറിനെ കൊണ്ട് ഉൾപ്പെടുത്തിയിട്ട് 50,000 രൂപയാണ് എനിക്ക് അന്നത്തെ ഒരു പ്രോഗ്രാം തന്നത്, 4 മാസം. ബാക്കി എല്ലാ ചെലവും വഹിച്ചത് നമ്മുടെ പ്രിയങ്കനായ ക്രേമഞ്ചില നന്ദകുമാറാണ്. ആരെങ്കിലും പറയാനുണ്ടോ? ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് ഒരു കേസ് ജയിച്ചു. അതായത് കോട്ടയത്തിൽ നടന്ന ഒരു കന്യാസ്ത്രീ ഒരു മോശമായിട്ട് എടുത്തു പറയുന്നില്ല. ആ കേസ് വാദിച്ച ഒരാൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഭയങ്കരമായിട്ട് ഇവിടെ കസ്റ്റഡിയിൽ കിടക്കുന്ന വിലക്കയറ്റം. ആ പരിപാടി ഉദ്ഘാടനത്തിന് വന്ന ആ മനുഷ്യനാണ്. 2 കാര്യമാണ്, ആ കേസും ജയിക്കണം, ജനകാര്യവും രക്ഷിക്കണം. അതിൻ്റെ ഫോട്ടോ എല്ലാം അനുസരിച്ച് പേര് പറഞ്ഞുതരാം. ഞാൻ പേര് കട്ട് ചെയ്യണതല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ ദൂരെ അങ്ങ് പോവും. നമുക്ക് മരണത്തിലേക്ക് കിടക്കാം. സത്യൻ സാറ് മരിക്കുന്നു. സത്യൻ സാറ് മരിക്കുമ്പോൾ സെൻട്രൽ തിയേറ്ററിൽ മണിയെന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവരെല്ലാം ഞങ്ങളെല്ലാം കൂടെ വിളിച്ച് വണ്ടി റെഡിയാക്കുന്നു. ആ വണ്ടി റെഡിയാക്കി തീർന്നതിന് ശേഷം നേരെ തിരുവനന്തപുരത്ത് ഒറ്റ ഫ്ലൈറ്റാണ്. അന്ന് ദുബായ് അബുദാബി ഒന്നുമില്ല. കൊണ്ടുവന്ന് വണ്ടി ഇട്ടിരുന്ന സമയത്ത് എൻ്റെ പ്രിയങ്കനായ മധു സാറ്, അടൂർ പാസ് സാറ്, ഇവരെല്ലാം അങ്കണത്തിൽ അവിടെ വന്ന് ഇറങ്ങിയത്. ഞങ്ങൾ മറ്റാസെന്ന് വരെയല്ല, അവിടെ നിൽക്കണത്. എന്നിട്ട് ആ ബാഡി പൊക്കി വണ്ടിക്കകത്ത് വെച്ച ആ ബാഡിയുമായി നേരെ പാളയം പള്ളിയിൽ വരെയാണ്. ആ സമയത്ത് കാണുന്ന ഓരോ മനുഷ്യരുടെ ദുഃഖങ്ങൾ, ഓരോ മനുഷ്യരുടെ കരച്ചിൽ, ഇത് കണ്ട് കുടും തളർന്നു പോയിട്ടുള്ള ഞാൻ. ആ ബഹുമാനപ്പെട്ട സത്യൻ സാറ്
അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ആദ്യം തൊട്ട് അവസാനമുള്ള എൻ്റെ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. അവരെ ഇന്ന് ഞാൻ ഓർക്കുകയാണ്. എങ്ങനെയാണ് ഓരോ കഥകൾ വരുന്നത്. സത്യം സാറ് കഴിഞ്ഞപ്പോൾ പിന്നെ വരുന്നത് പ്രേം നസീർ സാറ്, എൻ്റെ നാട്ടുകാരൻ, എൻ്റെ ഒരു ബന്ധുവും കൂടെയാണ് നസീർ സാറ്. എന്നെ വളർത്തിയെടുത്തിട്ടുള്ളതാണ്. വെറും നസീർ സാറല്ല, ഈ കണ്ണ് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ണ് നിന്നും ഒരു ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നസീർ സാർ ഇങ്ങനെ വളഞ്ഞോടിയാൽ മതി. ആ പടം 500 ദിവസം ഓടും, ചിലപ്പോൾ 600 ദിവസം ഓടും. അതിനെ ചുക്കാൻ പിടിക്കുന്ന ശശികുമാർ സാർ, 1 കൊല്ലം 13 പടമാണ് റിലീസ് ചെയ്ത ശശികുമാർ സാർ. അതിന് ചുക്കാൻ പിടിക്കുന്ന തമ്പി കണ്ണന്താൻ, അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ആ ശശികുമാർ സാറിൻ്റെ കൂട്ടത്തിൽ 12 പടം 1 കൊല്ലം വർക്ക് ചെയ്ത് അതിനെ റിലീസാക്കിയ സാറിൻ്റെ കൂടെ 50 പടം പോലും അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്താണ് സാറേ ഞാൻ. തമ്പി എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ആ കൂട്ടത്തിൽ നസീർ സാറ് പോയപ്പോൾ ചിറയൻകിഴി ബാക്കിയില്ല, 3 ദിവസം വരെ ബന്ധാണ്. ആ ചിറയൻകിഴി നസീർ സാറിൻ്റെ ബാഡി കൊണ്ടുവന്ന കഥ അറിയാമോ? തിരുവനന്തപുരം കവടിയാറിൽ എൻ്റെ ബഹുമാനപ്പെട്ട മോഹൻലാൽ, വേണു നാഗവള്ളി, സുരേഷ് കുമാർ സാറിന് ഇതാണ് തിരുവനന്തപുരം ബെൽറ്റ്. ചിലവർക്ക് ഭയങ്കര ഊശാക്കത്തിൽ. സുഹൃത്തെ, ഈ തിരുവനന്തപുരം ബെൽറ്റിൽ നിങ്ങൾ വന്നോ ഈ ബാഡിയെ കൊണ്ടുവരാൻ? ആ തിരുവനന്തപുരം ബെൽറ്റ് ചെയ്യുന്ന കാര്യം എന്നറിയാം. അപ്പോഴും എന്നെ പറഞ്ഞു വെച്ച് വള്ളക്കടയിൽ പോയി. ആ രാത്രി മൈക്ക് സെറ്റ് എടുത്ത് വെച്ചിട്ട് നമ്മളെ പ്രിയങ്കരനായ നസീർ സാറ് മരിച്ചുപോയി. അപ്പോഴും തന്നെ അവിടെ ആൾ ഒഴിവാക്കാമായിരുന്നു, എവിടെയാണെന്നറിയില്ല. BJT കൊണ്ടുവന്നത്. അതിന് മുമ്പേ ട്രാൻസ്പോർട്ട് ബസ് റെഡിയാക്കി ഞാൻ ഓടിച്ചെന്ന് ഇവർക്കെല്ലാം കഴിക്കാനുള്ള പഴയതെല്ലാം ചിറയൻകിഴി വരണ്ടേ, വെള്ളം കുടിക്കണ്ടേ, ജോർജ് സാറ്, മമ്മൂട്ടി സാറിൻ്റെ ഭാര്യ എന്ന് വേണ്ട, മോഹൻലാൽ സാറിൻ്റെ ഭാര്യ, എല്ലാവരും ആ വണ്ടിക്കകത്തുണ്ട്. അതൊക്കെയാണ് മരണത്തിൻ്റെ ഒരിത്. അല്ലാതെ ഈ സിനിമയിലെ കളിയിൽ ചിലപ്പോൾ സൗന്ദര്യപ്പണക്കെങ്കിലും വരും. അവരെ ഹൃദയം മാറ്റി വെച്ചവർ അവർ ജീവിതം ഇല്ല. ചിറയൻകിഴി കൊണ്ടുവന്ന് അന്ന് ഞാൻ കാണുമ്പോൾ സ്വന്തം അനിയൻ നവാസാറ്, നസീർ സാറിൻ്റെ കുടുംബത്തിലെ പെൺകുട്ടികളും മക്കളെല്ലാം കരയുന്ന കരച്ചിൻ്റെ ഒരു ഓർമ്മ ഇന്നും എനിക്കുണ്ട്. ഈ വരുന്ന നടന്മാരോ ഭാര്യകളെല്ലാം കരയുന്നു. എന്നിട്ട് അവിടെ നിന്ന് കാട്ടറാക്ക് പള്ളി കൊണ്ട് അടക്കുന്നു. പിന്നെ നസീർ സാറ് ചിറയൻകിഴി ചെയ്തിട്ടുള്ള എന്താണ്? ആന മേടിച്ചു കൊടുത്തത് ആനയാണോ? ഓരോ കുടുംബത്തിലെ ഒരു കല്യാണം വന്നാൽ പൈസ കൊടുക്കും. ഇതിനെല്ലാം ചുക്കം പിടിക്കുന്ന ആളാണ് എൻ്റെ പ്രേം നസീർ സാറ്, നിങ്ങളുടെ പ്രേം നസീർ സാറ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നൊരു സ്മാരകം പണിയാമെന്ന് പറഞ്ഞ് ആദ്യം കൊണ്ട് കടവത്ത് കൊണ്ടെല്ലാം റെഡിയാക്കിയിട്ട് അവസാനം അവിടെ മീൻ കച്ചവടം. അതിന് ഞാൻ ഈ ആറ്റെങ്കിൽ പോയി നിരാഹാരം കിടന്ന് ശശികുമാർ സാറ് ഉദ്ഘാടനം ചെയ്ത് ഒന്നേ സ്മാരകം പണിയാമെന്നത് നടന്നില്ല. ഇതിൻ്റെ പേരിൽ ആരെയൊന്നും എടുത്തു പറയുന്നില്ല. 2 തവണ നസീർ സാറിൻ്റെ പറ്റിൽ പിരിച്ച് കടയപ്പങ്ങൾ തിന്ന് ഇപ്പോൾ ആരോ ഓരോരോ കോടികൾ രൂപ കൊടുത്ത് അവിടെ സ്മാരകമെല്ലാം പണിയാമെന്ന് പറഞ്ഞ് ഇതൊരിക്കലും നടന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് പ്രേം നസീർ സാറിൻ്റെ പേരിൽ അവിടെ റോഡിൻ്റെ ഒരു പേരിടുമെന്ന് പറഞ്ഞ് ഇതൊന്നും നടന്നില്ല. ഈ ഏറ്റവും ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങുന്ന സമയത്തൊട്ട് ഇതുവരെ നസീർ സാറിൻ്റെയും ഏതോ നടനെയും സ്മാരകം പണിയാണ്, ഇതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഇടയിൽ എല്ലാം പോയി. നിങ്ങൾക്കറിയാമല്ലോ, കിടക്കുന്ന ഒരാളാണ് ഞാനാണ്. അത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമയാണ്, എൻ്റെതാണ്. ഞാൻ സിനിമാക്കാർക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന കടി വേറെ ആരും കൊള്ളൂല. അവരാൾ പറയുമ്പോൾ ആൾ കൂട്ടണം. പല കഥകളുണ്ട്. ഞാൻ മോഹൻലാൽ സാറിനെ മോശമായിട്ടല്ല പറയുന്ന. ഒരു ജാഥ നടക്കുകയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് തൊട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ. അവിടെ നിന്ന് എറി തുടങ്ങുന്ന എല്ലാവരും ഓടി. എൻ്റെ മോഹൻലാൽ സാറെന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയം, ഞാൻ പറഞ്ഞില്ല കോണാൻ കഴി കൊടുക്കും, അദ്ദേഹത്തിൻ്റെ കോണമല്ല, ഞാൻ എല്ലാം കഴി കൊടുക്കും. അതെൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിന് ശേഷമായിരിക്കും മറ്റുള്ളവർ ആഞ്ചി പിടിക്കുന്നത്. എനിക്ക് വിരോധമില്ല. ആ എറി അത്രയും കിട്ടിയ എനിക്കാ 9 കൊല്ലം അതിൻ്റെ പേരിൽ എനിക്ക് സുഖമില്ലാതെ എൻ്റെ മക്കളെ എല്ലാം കൊണ്ടുപോയി പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരില്ല. ആ എറി എത്രയും കിട്ടിയത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണും മൂക്കെല്ലാം പൊത്തിപ്പിടിച്ച് അപ്പോഴാണ് ലാൽ സാർ ജീവിതത്തിൽ കരഞ്ഞിട്ട് അന്ന് കരയാണ് ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന്. ജയഭാരതി അമ്മ ഓടിയ സിനിമയിലുള്ള എല്ലാവരും ഓടി. ക്യാപ്റ്റൻ രാജ് സാർ തൊപ്പിയും വെച്ചിട്ട് ഓടിയ സ്ഥലത്ത് കുത്തിയിരിക്കുന്നു. ഇതൊക്കെ എൻ്റെ ഫോട്ടോ ഉണ്ട് സുഹൃത്തെ. ആർക്കെങ്കിലും എതിർക്കാക്കോ, ഞാൻ വഴക്കല്ല പറയുന്നത്. കഴിഞ്ഞ ഒരു കാലത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മലയാള സിനിമയിൽ ചെയ്യുന്നു. മോനിഷ എൻ്റെ സഹോദരിയാണ്, ലോകത്തിൻ്റെ സഹോദരിയാണ്, മരിക്കുന്നു ഒരപകടത്തിൽ. അതങ്ങനെ വരാൻ പാടില്ല. അമ്മ ഒരു വണ്ടിക്കകത്ത് നിന്ന് അവർ ഈ കഴുത്ത് കെട്ടിവെച്ചിരിക്കണം, സുഖമില്ലാതെയാണ് അതിൻ്റെ തള്ള വന്നത്. ഉടനെ സിദ്ദിഖും ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ ഈ മലയാള സിനിമയിലെ ഫോട്ടോ എടുക്കുന്ന
ബാലേശൻ എന്നാണ് തോന്നുന്നത്, വേറെ എൻ്റെ ഒരു സുരേഷ് ഗോപി സാറിൻ്റെ അല്ലെ പങ്കയിലെ സുരേഷ് ഗോപി സാറിൻ്റെ ഒരു പുള്ളിയുണ്ട്, എനിക്ക് ആ പേര് മറന്നു, എന്നോട് ക്ഷമിക്കുക, അത് ഞാൻ ഇതിൽ കൊടുക്കാം. കൊണ്ടുവന്ന് എറണാകുളം ബാബാ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ വയ്ക്കുമ്പോൾ എല്ലാ BJT-കാരും കൊണ്ടുപോയില്ല, കൊണ്ടുപോകാൻ പറ്റൂല, ഒരു കുടുക്ക വണ്ടിയാണ്. ആ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ 3 പേരാണ് ബാംഗ്ലൂരിൽ പോണത്. വെള്ളം പോലും കുടിച്ചിട്ടില്ല സുഹൃത്തെ, വെള്ളം പോലും കുടിച്ചിട്ടില്ല. തൃശ്ശൂർ ചെന്നപ്പോൾ അതിൻ്റെ ഐസ് തീർന്നു പോയി. ഞങ്ങൾ 3 പേരും കൂടെ പാടുപെട്ട് ചില വീടുകളിൽ പോയി ഐസ് നിറച്ചിട്ടാണ് രാപകലില്ലാതെ വെള്ളം കുടിക്കാതെ ബാംഗ്ലൂർ കൊണ്ട് ആ ബാഡിയല്ല എൻ്റെ സഹോദരി എത്തിച്ചത്. അതിന് മുമ്പേ പങ്കജിലെ സുരേഷ് ഇവരെല്ലാം വന്ന് വേണ്ടുന്ന അറേഞ്ച്മെൻറ്റ് ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ MG ശ്രീകുമാരും മോഹൻലാൽ സാറെല്ലാം കൂടെ ഫാളിക്കാണ് അവിടെ. അതെല്ലാം കഴിഞ്ഞിട്ട് ഏതൊരു കാര്യം തമ്പി ചെയ്താലും നമ്മുടെ പ്രിയങ്കനായ മണിയമ്പിള്ള രാജു പറയും എല്ലാം ചെയ്തിട്ട് പിന്നെ കാണില്ല, പുള്ളി നടന്നു പോകുന്നു. അതാണ് അവസാനം ഞാൻ എങ്ങനെന്ന് വെച്ചാൽ ഇവരാരും ദ്രോഹിക്കാൻ നിന്നില്ല. എൻ്റെ ഒരു കൂട്ടുകാരനെ ചെന്ന് വിളിച്ചു, അവന് ഞാനും കൂടെയാണ് പിന്നെ അവസാനം വണ്ടി വിളി ഇവിടെ വന്ന് ഇറങ്ങിയത്. അത് മോനിഷാരുടെ കാര്യമാണ്. പത്മരാജ് സാറിൻ്റെ ഒന്ന് കേട്ടോളൂ, പത്മരാജ് സാജും മരിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ബെൽറ്റ് ഉള്ള എല്ലാത്തിനും തിരുവനന്തപുരം ബെൽറ്റ് എൻ്റെ ചങ്ങാതിയാണ്, എൻ്റെ ഹൃദയമാണെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കും. അതിലപ്പോൾ നിങ്ങൾ ചങ്കിക്കണ്ട. എൻ്റെ പ്രിയപ്പെട്ട സുരേഷ് എല്ലാവരും എല്ലാവരും പറയുമല്ലോ സുരേഷ് ഗോപി എന്നല്ല, അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന വേറെ കാര്യം. പക്ഷേ ചെല്ലപ്പുള്ളി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അങ്ങനെയൊരു മനസ്സുണ്ട്, കണ്ടാ ഭൂവെന്നെല്ലാം പറയും. എത്ര പാവപ്പെട്ടവർക്ക് ആ ജീവകാരുണ്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഡൽഹിയിൽ വെച്ച് ഞാൻ കണ്ടിട്ടുള്ളതാണ് സുഹൃത്തെ. ഇവരെല്ലാം പത്മരാജൻ സാർ മരിക്കുമ്പോൾ ഇവിടെ നിന്ന് നേരെ കൊണ്ടുപോകണം അരിപ്പാട്. അന്ന് രാത്രിയായി. സുബ്രഹ്മണ്യം കോവിലിൻ്റെ അവിടെ ഒരു ഹോട്ടലിലാണ് തങ്ങിയിരിക്കുന്നത്. എല്ലാവരും ഉണ്ട്. പിറ്റേന്ന് കാലത്ത് അവിടെ കൊണ്ടുപോകാക്കുള്ളൂ. ആ സമയങ്ങളിൽ മമ്മൂട്ടിയെല്ലാം വന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ബോഡിക്ക് ആ പെട്ടിക്കകത്ത് ഐസ് വെള്ളം നിറഞ്ഞിരുന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഞാൻ ഏതിന് മുമ്പിലെടുത്ത് ചാടും. അപ്പോൾ പങ്കയിലെ സുരേഷ് സാറും എൻ്റെ സാറും എല്ലാം കൂടെ അവിടെ നിന്നിട്ട് എടുക്കുന്നു, അവർ വേക്കിക്കുന്നു. ഞാൻ ഈ ബോഡിയായിട്ട് താഴോട്ട് ഇറങ്ങുകയാണ്. ആ ഐസ് വെള്ളം എല്ലാം കൂടെ എൻ്റെ ദേഹത്ത് വന്ന് വീണ് എൻ്റെ മുഖമെല്ലാം ഒട്ടിപ്പിടിച്ച്, ആ ഒട്ടിപ്പിടിക്കുന്ന കൂട്ടത്തിലാണ് വണ്ടിയിൽ കൊണ്ടുവന്ന് ആ ബോഡി അവിടെ ആക്കിയത്. ആ പത്മരാജ സാറിൻ്റെ കൂടെ എനിക്കുള്ള ഏറ്റവും വലിയ സ്നേഹം ഒന്നെന്നറിയാം. ഒരിക്കൽ മോഹൻലാൽ സീസൻ്റെ പടം കോവളത്ത് ഷൂട്ടിങ് നടക്കുമ്പോൾ നമ്മുടെ ഡാൻസർ തമ്പിക്ക് പുള്ളിയുടെ സൈക്കിളിൻ്റെ ഒരു പടം നമുക്ക് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. മോഹൻലാൽ സമ്മതിച്ചു. പക്ഷെ അതാണ് മിഷൻ ലോകമായി പോയി. മോഹൻലാൽ പറഞ്ഞു എങ്കിൽ നമുക്ക് ശ്രീനിവാസനെ കൊണ്ട് മഹാറാണി ഹോട്ടലിൽ നിന്ന് എഴുതിക്കണം. അങ്ങനെ 3-4 പടം എൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ സാറിനെ സ്നേഹിക്കുന്ന ചില ആൾക്കാരെല്ലാം ഒരുപാട് എന്നെ കളിച്ചു. ഞാൻ അവരെ എടുത്തു പറയുന്നില്ല, പക്ഷെ അവർ കേൾക്കുമ്പോൾ മനസ്സിലാക്കണം ഞാനൊരു മനുഷ്യനാണ്. മലയാള സിനിമയിൽ വന്ന് എത്രയെത്ര ആൾക്കാർ കുബേരന്മാരായി. എല്ലാവരും എനിക്ക് പടം തരാമെന്ന് പറയുന്നു, എല്ലാവർക്കും വേണ്ടി ഫാൻസ് ഉണ്ടാക്കുന്നു, എല്ലാവർക്കും വേണ്ടി അടി ഉണ്ടാക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഓടുന്നു. നിങ്ങൾക്കൊന്നും മനസ്സിലാക്കട്ടെ, ഞാൻ ഏതെങ്കിലും ഒരു പോലീസിനായിട്ട് പിടിച്ച് ഞാൻ ഒരു കള്ളക്കടത്തി കിടന്നിട്ടുണ്ടോ? ഒരു പെൺവാണിമത്തിൻ്റെ പേരിൽ കിടന്നിട്ടുണ്ടോ? ആരെങ്കിലും അടിച്ച് കിടന്നിട്ടുണ്ടോ? ഞാൻ എല്ലാം കിടന്നിട്ടുണ്ടോ സിനിമയ്ക്ക് വേണ്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സിനിമാക്കാർക്ക് വേണ്ടിയാണ് കിടന്നിട്ടുള്ളത്. ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ മോനിഷ കുട്ടിയുടെ തീർന്ന് അടുത്ത സോമൻ ചേട്ടൻ ഇതുപോലെ എല്ലാം മരണപ്പെട്ടു. തിരുവല്ലയ്ക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ബാഡി അവിടെയാണ് കിടക്കുന്നത്. മോഹൻലാൽ സാറും തിരുവനന്തപുരം, ഞാൻ തിരുവനന്തപുരം ബെൽറ്റൊന്നും അല്ല, ബെൽറ്റ് എല്ലാവരും മുത്തുക്കളാണ്. തിരുവനന്തപുരം മുത്തുക്കളെല്ലാം കൂടെ അവിടെ ചെന്ന് അവസാനം മോഹൻലാലുണ്ട്, എല്ലാവരും ഉണ്ട്, മന്ത്രിമാരെല്ലാം ഉണ്ട്. അവിടെ നടന്ന ഒരു ഭീകരമായ പരിപാടി നമ്മുടെ ക്യാപ്റ്റൻ രാജ് സാറ് പറയും ഞാൻ നിങ്ങൾക്ക് റിലേ ചെയ്ത് തരാം. ആളെല്ലാം കൂടി ഇതെല്ലാം ആയപ്പോൾ അവിടുത്തെ മരത്തിൽ ആൾ കയറി. സോമൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ പിന്നെ തിരുവല്ലക്കാർക്ക് പറയണോ? മക്കളായിരുന്നാലും ഭാര്യയായിരുന്നാലും ആ ചേച്ചിയെല്ലാം ഞങ്ങൾ ചെല്ലുമ്പോൾ വാഴപ്പിണ്ടിയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം തരുന്നത്. സോമൻ ചേട്ടൻ്റെ നല്ലൊരു ആഹാരമാണ്. ആ ചേച്ചിയും മക്കളും. പക്ഷെ അവർ രക്ഷപ്പെടാൻ പറ്റിയില്ല. അവസാനം ആ മരം ഒടിഞ്ഞ് ഇലക്ട്രിസിറ്റി കമ്പി കൂടെ ചെന്ന് വീണ് ഒരാൾ വിളിക്കുകയാണ്, ക്യാപ്റ്റൻ സാർ എടാ തമ്പി നീ അവിടെ നിന്ന് മാറാമെന്ന്. ഞാൻ ഓർക്കുന്നില്ല, അന്ന് ഇലക്ട്രിസിറ്റി കമ്പി അടിച്ച് തീരേണ്ടതാണ്. ഏറ്റവും ജനക്കൂട്ടം കണ്ണു മറന്നതാണ് സോമൻ ചേട്ടൻ്റെ മരണം. ആ മഹാൻ നമ്മളെ വിട്ടുപോയി. സുകുമാരി അമ്മ മരിക്കുന്നു. ഞാൻ ഉടനെ ചെല്ലുന്നു മദ്രാസിൽ. അവിടെ ചെന്നപ്പോഴും എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ തമ്പിയല്ല കാണുന്നത്, എൻ്റെ തിരുവനന്തപുരം അനന്തപുരിയിലെ രാജാക്കന്മാരാണ് അവിടെ കാണുന്നത്. എല്ലാ കാര്യത്തിനും എനിക്ക് ഉള്ളവരെല്ലാം പറയാക്കൊള്ളു. പങ്കജിലെ സുരേഷ് ഇവരെല്ലാം ഫാളിങ്. അപ്പോൾ നോക്കിയപ്പോൾ ജയലളിത അമ്മ അവിടെ വരുമെന്ന് പറഞ്ഞ് അങ്ങനെ സെക്യൂരിറ്റിയായി.
പക്ഷേ അതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കാൻ ഇവരെല്ലാം കൂടെ തള്ളി എന്നെ അവിടെ നിർത്തി. അവിടെ നിന്ന് മസാനത്തിൽ കൊണ്ടുപോകുന്നു. ആ അമ്മ മരിച്ച് ആ അടക്കം തീർന്നവരെ എല്ലാവരും പോയപ്പോൾ ആ പണ്ഡിതൻ ചോദിക്കുകയാണ്, ഒരു മലയാളിയായിരുന്നു, നിങ്ങൾക്ക് എന്താ ഇത്രയും മനസ്സ് തോന്നി അവരെല്ലാം പോയിട്ട് നിങ്ങൾ നിൽക്കണമെന്ന്? ഞാൻ പറയും, എൻ്റെ ജീവിതം എൻ്റെ മലയാള സിനിമയ്ക്ക് വേണ്ടിയാണ്. എൻ്റെ അമ്മയെന്നെല്ലാം പറഞ്ഞാൽ നമ്മളോട് സ്നേഹിക്കുന്ന എങ്ങനെയാണ്? സുകുമാരി അമ്മയായിട്ടല്ല, തെലുങ്കിൽ, കന്നഡ, തമിഴ്, മലയാളം. നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതാണ്. അവർക്കെല്ലാം വേണ്ടി പല കാര്യങ്ങളും നമ്മുടെ മലയാള സിനിമ ചെയ്യേണ്ടതാണ്. അവർ മരണപ്പെട്ടു പോയി, അതിനെപ്പറ്റി ഓർമ്മ പോലുമില്ല. ജയലളിതമാരെ സ്വന്തം ആളാണ്, എം.ജി.ആർ സാറിൻ്റെ സ്വന്തം ആളാണ്, ശിവാജി ഗണേശൻ സാറിൻ്റെ സ്വന്തം ആളാണ്. നിങ്ങൾക്കറിയാം, പണ്ടൊരാളുണ്ട് എം.ആർ. രാധ നമ്പിയാർ, ഭാനുമതിയമ്മ, ഇവരുടെ എല്ലാം മുഖപ്പാടമാണ്. ആരും വരുന്നില്ല. ആ മദ്രാസിൽ ശശികുമാർ സാറ് ഇരിക്കുന്ന കാലത്ത് കൊച്ചുമനോ ഒരു പാർട്ടിയെല്ലാം ഉണ്ട്. അവിടെ മലയാളക്ക് സിനിമയ്ക്ക് വേണ്ടി കെട്ടിയിട്ടിരുന്ന ഹോട്ടലും റൂമുകളും ഇപ്പോൾ ചുമ്മാ ഇടയ്ക്കാണ് ചെതലരുത്. നസീർ സാറും ശശികുമാർ സാറെല്ലാം മരിക്കുമ്പോൾ പറയും, നിന്നെക്കൊണ്ട് എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമെന്ന്. നീ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനെല്ലാം പറഞ്ഞിട്ട് ആ ഭൂമി പോയി ഏറ്റെടുക്കാൻ പറയുന്നു. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പ്രിയമുള്ള, ഇത് വാക്ക് കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇതിന് കണ്ണ് തുറക്കണം. മറ്റുള്ള എല്ലാ രാഷ്ട്രീയക്കാരും തുറക്കണം. തുറന്നിട്ട് നമ്മൾ അവകാശങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇത് തീർന്നതിന് ശേഷമാണ് കൽപ്പന, ഊർവശി, മേനക എന്നെല്ലാം പറഞ്ഞു കേട്ടില്ലേ? എൻ്റെ കൽപ്പന കുട്ടി, ആ വീട്ടിലാണ് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ കരുവാട് ഉണക്കിയതെല്ലാം കൂടെ കൊണ്ടുപോകുന്നത്. മദ്രാസിൽ എവിടെ പോയാലും എല്ലാ വീട്ടിലും ഞാൻ കരുവാട് ഉണക്കിയാണ് പെട്ടി റെഡിയാക്കി കൊണ്ടുപോകുന്നത്. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടാണ് കരുവാട്. ആ തമ്പിയെണ്ണം വന്ന് അപ്പോൾ വഞ്ചു രാധമ്മ പറയും, നീ അവിടെയെല്ലാം കൊടുത്തോളേ, ഞങ്ങൾക്ക് കരുവാട് കിട്ടിയില്ലല്ലോ, നീ എല്ലാ കുടുംബത്തിലും കൊടുത്തോ. ഇന്ന് അവരെ കാര്യം മറന്നുപോയി. വഞ്ചൂരുള്ളതാണ്, ഇന്ന് അവരുണ്ട് മദ്രാസിൽ. അവരാണ് പ്രേമനസീർ സാറിനായിരുന്നാലും ജയൻ സാറായിരുന്നാലും എല്ലാവർക്കും. നമ്മുടെ AVS സ്റ്റുഡിയോ ഉണ്ട്, AVS സ്റ്റുഡിയോ ചങ്കുണ്ടി ചേട്ടൻ. ഞാൻ ജയൻ സാറ് മരിച്ചപ്പോൾ ഒരു അവത്തെനിക്ക് പറ്റുപോയി. ആ ചങ്കുണ്ടി ചേട്ടൻ്റെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു എൻ്റെ ഈ ബാഡിയിൽ കൂടി. അവർ ഫ്രണ്ടിലിരിക്കുകയാണ്, എനിക്കറിയില്ലായിരുന്നു. ഞാൻ വണ്ടിയുടെ വെളിയിലാണ് നിന്നത്. അവരും കൂടെയാണ് ചേർന്ന് 3 പേരും കൂടെയാണ് ആ ഫ്ലൈറ്റിൽ. കാരണം മരണപ്പെട്ട് കൊണ്ടുപോയെന്നവരുള്ള കഥ എനിക്കറിയാവൂ, മറ്റേ ഫ്ലൈറ്റിൻ്റെ അവിടെ നടന്ന കഥ എനിക്കറിയില്ല. ആ കഥ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറയണേ ഒരുപാട് 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 കഥകളുണ്ട്. ഇതാ ഇപ്പം ഞാൻ അറിഞ്ഞ് ലാബറ്ററി ബഷീർ എന്നാണ് ഒരു ന്യൂസ് എനിക്ക് കിട്ടിയത്. കാരണം മലയാള സിനിമയെല്ലാം ഇപ്പോൾ തിയേറ്ററിലില്ല. മലയാള സിനിമയെല്ലാം പൈസ കൊടുത്താൽ മതി, ഓൾ ടൈം അതിൽ കാണും. അങ്ങനെ 10 കോടി ചിലവാക്കിയാൽ 15 ലക്ഷം കിട്ടും. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, കരയാൻ പറ്റുന്നില്ല. നേരത്തെ എല്ലാം കരഞ്ഞ കണ്ണീരോട് പറയാണ്. ഇത് സംവിധാനം ചെയ്യുന്ന സുഹൃത്തുക്കളും പ്രൊഡ്യൂസറായിരുന്നാലും നിങ്ങൾക്കും ഇല്ലേ മനസാക്ഷി? എത്ര പേരാണ് നമ്മുടെ മലയാള സിനിമയിൽ വെള്ളം കുടിക്കാതെ മീൻ കച്ചവടം, 6 ഇഞ്ച് കച്ചവടം, തമ്പുരാനെ സുഖമില്ലാതെ കൊണ്ടുപോകുന്ന ആളുള്ള ഒരു അബദ്ധം കൂട്ടില്ലേ? മലക്കറി കച്ചവടം, മീൻ കച്ചവടം, ഉണക്കക്കറിവാട് കച്ചവടം സിനിമാക്കാർ TV-യിലെടുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആ പടം റിലീസാക്കി തിയേറ്ററിൽ വിട്ടുകൊടുത്താൽ അവിടെ എത്ര ജീവനക്കാരുണ്ട്? അവർ വെള്ളം കുടിച്ചു പോകില്ലേ? കോടികൾ വാരി വീട്ടിൻ്റെ അകത്ത് വെച്ചിരുന്നാൽ മതിയാ. പാവപ്പെട്ടൊരു ചിലവാക്ക്. ഞാൻ ഇന്ന ആളെന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ വരെയാണ്, അവിടെ ഞാൻ ഇതിനൊരു സംഭവം ആക്കും. വേറെ ഒന്നുമല്ല, അത് ബഹുമാനപ്പെട്ട DGP എനിക്ക് ആർഡർ തരണം. ഞാൻ ഈ അമേരിക്കയിൽ എല്ലാം ധീരത കാണിക്കുമ്പോൾ ഒരു നാട്ടിന് വേണ്ടിയാണ് ധീരത കാണിക്കുന്നത്. അതായത് ക്ലാസിൻ്റെ ചില്ല്, ബിയർ കുപ്പിയുടെ ചില്ല്, കുപ്പിൽ ചില്ലുകൾ വാരി ഇവിടെ കൂട്ടും. ഞാൻ ഒരു തോർത്തിട്ട് കെട്ടി ഈ ബാലൻസ് വരുന്ന കാറിൽ കെട്ടിയിട്ട് വലിക്കും. ഇവിടെ പൊത്തു പോയാൽ പോട്ടെ, മലയാള സിനിമ എങ്കിലും ഇവർ കണ്ണു തുറക്കുമെന്ന് നോക്കട്ടെ. ഫിലിം ഫെസ്റ്റിവലിൽ ചെയ്യാൻ പോവുകയാണ്. കുതിരവട്ടം സാറ് മരിച്ചു. അന്ന് ഇതുപോലെ തന്നെ മോഹൻലാലെല്ലാം കോഴിക്കോട്ട് പോയി, രാപകലില്ല 2 ദിവസം ഞങ്ങൾ അവിടെ തങ്ങി. ഒത്തിരി കാര്യങ്ങൾ ബഹദൂർക്കർ ഇങ്ങനെയൊക്കെല്ലാം ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ ജോസ് പ്രകാശ് സാർ എറണാകുളത്താണ്. ഇത് അവർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോളൂ. ജോസ് പ്രകാശ് സാർ മരിക്കുമ്പോൾ അവർക്ക് സഹോദരന്മാരും എല്ലാവരും ഉണ്ട്. അവരെന്നെ വിളിക്കണമെന്നറിയാം. ഞങ്ങളെ കുടുംബത്തിൻ്റെ മുത്തെന്നാണ്, മുത്ത് എന്നെ. അവരില്ലാത്ത കുറവുകളെല്ലാം ഞാൻ ചെയ്ത് തീർത്ത്. അപ്പം എല്ലാം എനിക്ക് ജോലിയെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മലയാള സിനിമ ഇപ്പോൾ പഴയ പോലെ എല്ലാവരുടെ കയ്യിലും ഒതുക്കി വയ്ക്കാൻ പറ്റുന്നില്ല. കൊറോണ ഞാൻ പണ്ടേ പ്രാർത്ഥിക്കും മാറാൻ വേണ്ടി. ഇപ്പം മാറി വേണം, തമ്പുരാൻ രക്ഷിക്കട്ടെ. അവരല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. ഹിന്ദു ആയിരുന്നാലും ക്രിസ്ത്യാനിയായിരുന്നാലും മുസ്ലിമാനായിരുന്നാലും അവരാണല്ലോ ഇതിൻ്റെ ഒരു ഭാഗം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ജോലിയും കൂലിയും ഇല്ലാതെ
ഒരാൾ എൻ്റെ പറഞ്ഞു ലവ ഇങ്ങനെ മുടി വളർത്തിക്കൊണ്ട് നടക്കണത് എന്താണെന്ന്. ഞാൻ എതിർക്കില്ല. കാരണം അറിയാം, ഈ മുടി വളർത്തത് ഇതെല്ലാം നമ്മുടെ സിനിമാ ലോകത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം ചില ചെറുപ്പക്കാർ കൊണ്ടാടുന്ന ഒരു വേഷങ്ങളാണ്. അത് അവരുടെയൊക്കെ പറഞ്ഞ് കുറയ്ക്കുക. അതിനു വേണ്ടി ഒരാൾ ഒരു പാർട്ടിയെ മുടി വളർത്തി തമ്മിലിട്ട് അടിക്കുന്നത് അത് മര്യാദയല്ല. അത് അവരുടെ ഒരു കാലഘട്ടങ്ങളാണ്. ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ ചെയ്യേണ്ടത്, ആണായിരുന്നാലും പെണ്ണായിരുന്നാലും എത്ര ആൾക്കാർ ജോലിയില്ലാതെ ഓരോ വീട്ടിൻ്റെ അകത്ത് കുത്തിയിരിക്കുകയാണ്. നമ്മളെ ഗവൺമെൻറ് കൊടുക്കുന്നില്ല എന്ന് അഭിപ്രായക്കാരനല്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാ സർക്കാരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് വരണമെങ്കിൽ, ഇന്നൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്ന്, ഞാൻ അങ്ങോട്ടൊന്നും പറയേണ്ടതില്ലല്ലോ. മലയാള സിനിമയെല്ലാം അഭിനയിക്കുന്ന മുമ്പേ അഭിനയിച്ചവനാണ് ഞാൻ. ജംബിങ്ങിലിയം പടത്തിലാണ് നസീർ സാറ് ആദ്യമായിട്ട് രാഷ്ട്രീയത്തിൽ വന്നത്. അന്നാണ് ഞാനും പാർലമെൻറ്റ് സാറിൻ്റെ കൂടെ മത്സരിക്കുന്നത്. അന്ന് കോയമ്പി കുറുപ്പ് സാറ്, മാധവി കുട്ടിയമ്മ, ഞങ്ങളെല്ലാം ഒരു ഗ്യാങ്ങായിരുന്നു. ഞാൻ വോട്ട് കിട്ടുന്നില്ല. ഞാൻ എന്ന് പറഞ്ഞത് ഒരു വോട്ട് എനിക്ക് 10,000 വോട്ട് കണക്കിനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അന്ന് ഞാൻ പറഞ്ഞ വാക്ക് ഇന്നും കത്തി നിൽക്കുകയാണ്. ഞാൻ വാക്ക് അങ്ങനെ പറയില്ല, വാക്ക് എന്താണെന്നുള്ളത്. പിന്നെ ആറ്റെങ്കിലും മത്സരിച്ച്, പിന്നെ നിയമസഭ, അങ്ങനെ 3. അപ്പോൾ മലയാള സിനിമയിൽ ആദ്യം ഞാനാണ് മത്സരിക്കുന്നത്. അല്ല, അത് ഗണേഷ് കുമാർ, ഇന്നസെൻറ്റ്, മുകേഷ് അവരെല്ലാം വരുന്നത്. പിന്നെ ഈ പാർലമെൻറ്റിൽ മത്സരിച്ചൊരു ഭാഗ്യമാണ്. ഡൽഹി പോയാൽ ആ ലോകസഭയിൽ നമുക്ക് കയറിയിരിക്കാം. പാർലമെൻറ്റിൽ മത്സരിക്കുന്ന അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ തനി നിറത്തിൻ്റെ പുരസ്കാരം ഒരുപാട് വാങ്ങിയില്ലേ. 75,000 റെക്കോർഡ് ഡാൻസ് ആടിയെന്നെ കൊണ്ടാണ് സൈക്കിൾ അറ്റത്തിൽ. അതിലെല്ലാം ഒരുപാട് കപ്പുകൾ കിട്ടി. ജീവകാരണത്തിന് വേണ്ടി പാവപ്പെട്ടവർ വിറ്റ് കൊടുത്തു. ഇന്നും അത് തന്നെ. അപ്പോൾ ഇത്രയെല്ലാം നമ്മൾ പറഞ്ഞു വന്നിട്ട് ഇന്നെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട മലയാള സിനിമ ചെയ്യേണ്ടത്, ഒത്തിരി ആൾക്കാർ ജോലിയും കൂലിയും ഇല്ലാതെ കഷ്ടപ്പെടുന്നു. അതിൽ ഒരുവനാണ് എനിക്ക് പറഞ്ഞില്ലേ, അമ്മയുടെ അന്നത്തെ ഈ പ്രസന്നത്തോടു കൂടി പിന്നെ എപ്പോഴും എടുത്തു പറയണ്ടല്ലോ. ചില ആൾക്കാർ, അമ്മയെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഞങ്ങളാണ് എല്ലാം പറയുന്നത്. നമ്മൾ ഉന്നതമായ ആൾക്കാരെക്കുറിച്ച് ടി വിക്കാരിൽ എന്തൊക്കെയാണ് മോശങ്ങൾ പറയുന്നത്. അതിനെല്ലാം ഞാനാണ് പോയി ഇടപെടുന്നത്. നിങ്ങൾ ഇന്ന ആളിനെക്കുറിച്ച് അങ്ങനെ പറയരുത്, ഇന്ന ആളെക്കുറിച്ച് അങ്ങനെ പറയരുത്. ആ പറച്ചിലിന് ഇട കൂട്ടരുത്. അമ്മയെ ഒരു സങ്കല്പം ആരാലും ആ അമ്മ സംഘടന മാറ്റാക്കില്ല. എന്നെപ്പോൾ നിങ്ങൾ പുറത്ത് കളഞ്ഞാൽ എനിക്ക് വേണ്ട. എനിക്ക് നിങ്ങൾ ഇതുവരെ തന്നിട്ടില്ലല്ലോ. പലവരും എന്നെ കട്ട് ചെയ്ത് ഞാൻ ഏതായാലും ഒരു സമരം നടത്തും എറണാകുളത്ത് അമ്മ സംഘടനയുടെ പേരിൽ. എനിക്ക് 10-15 കൊല്ലത്തെ കാശ് കിട്ടണം. അത് ഞാൻ കേസ് എന്നോട് എൻ്റെ റെക്കോർഡുകളുണ്ട്. എല്ലാവരും നിയമപരമായിട്ട് അവിടെ വന്നാലേ ഒക്കുള്ളൂ. ഞാനും വരും. അതിൻ്റെ പേര് അമ്മ സംഘടനയിൽ. പക്ഷേ ഒരുപാട് സംഭവത്തിൽ നടന്ന് ഞാൻ എന്നെ കൊണ്ട് ജയിലിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്നറിയാം, നിയമപാലകന്മാർ ഏത് കയറ്റിയാലും ഞാൻ ഏതെടുത്താലും ഞാൻ സന്തോഷിക്കുന്നതാണ്. ഈയിടയ്ക്ക് ഒരാൾ പറഞ്ഞ് ഈ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാണെന്ന്. എനിക്കെന്തിനാ? എന്നെ മാധ്യമക്കാരല്ലേ ഇതുപോലും സംസാരിക്കാൻ ഈ വീഡിയോയിൽ നിർത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് മേയർ വന്ന്, നമസ്കാരം, മോഹൻലാൽ സാറിൻ്റെ കുടുംബത്തിൻ്റെ 5ാമത്തെ വീടാണ്. എനിക്കൊന്ന് അന്ന് ആ കുട്ടിയെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. പക്ഷേ ആ കുട്ടി ചെയ്യേണ്ടതെന്നറിയാമോ? കോസല രാമദാസ്, മേയർ കുട്ടപ്പണ്ണൻ, CN ട്രഷറൻ കേശവൻ നായർ, ഇവരെല്ലാം ഭരിച്ച സ്ഥലമാണ് തിരുവനന്തപുരം നഗരസഭയെന്ന് പറയുന്നത്. അന്നേ നമ്മളുണ്ട്. ജിപ്പ രാമേശ്വരപിള്ള സാറ്. ആ കാലത്തെല്ലാം ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ അകത്തും ഈ നഗരസഭയിലും പോയി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് നാട്ടിന് വേണ്ടി. ഇന്ന് നമ്മുടെ മേയറുടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട തമ്പാനൊരു വെള്ളപ്പൊക്കം. അതിനുവേണ്ടി എത്രയോ തവണ ഈയിടയ്ക്ക് തന്നെ നിരാരം കിടന്ന് ആ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനിൽ കയറുന്നുണ്ട്. അവിടെ ഒരു ഭയങ്കര കക്കൂസുള്ള നാറ്റമുണ്ട്. അന്ന് വെള്ളി നക്ഷത്രവും കലാകൗമുദിയും കൂടെ ശക്തമായിട്ട് എഴുതിയെന്ന് പ്രസാദ് ലക്ഷ്മണും മീനാ ചേച്ചിയും കൂടെ. നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും കണ്ടു തുറന്നവർ എല്ലാ പത്രവും ചെയ്യുന്നില്ല എന്നല്ല. അപ്പോൾ മാധ്യമ ശ്രദ്ധ പിടിച്ചു വിട്ടാൻ വേണ്ടി ഡാൻസർ തമ്പി വലയത്തിൻ്റെ അകത്ത് നിന്ന് കയറിയെന്ന്. മനുഷ്യ, വിളപ്പിശാല എത്ര കൊല്ലം കൊണ്ട് നടക്കുന്ന ഒരു പ്രശ്നമാണ്. 2-3 മരണം അവിടെ അടിയിതല്ലേ നടന്ന്. ഒരു ഡാൻസർ തമ്പിയും വേറൊരാളും കൂടെ ഈ വലയത്തിൻ്റെ അകത്ത് കയറിയപ്പോൾ 4 മണിക്കൂർ തിരുവനന്തപുരം ബന്ധായി. ഒരു രാഷ്ട്രീയക്കാരെയും കൊണ്ടേക്കില്ല. അങ്ങനെ DGP പൊന്നു സാറ് എന്നെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ ജോലിയും നിങ്ങൾ ഈ വയസ്സുകാലത്ത് നിങ്ങളെന്തിനാണ് നാട്ടുകാരെ രക്ഷപ്പെടുത്താൻ നടത്തുന്നത്? അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂപ്പ് കൈകൾ. അങ്ങനെ ഈ ശരീരം എൻ്റെ കേരള പോലീസ് എനിക്ക് തന്നിട്ടുള്ളതാണ്. അന്ന് അവരില്ലെങ്കിൽ എൻ്റെ കാര്യം കട്ടയം പടം മടക്കി ഞാൻ സംസാരിക്കാനുള്ള സിറ്റുവേഷനില്ല. ഇതിനെന്തിനു വേണ്ടിയാണ്? തിരുവനന്തപുരത്തിൻ്റെ മാലിന്യങ്ങൾ ഇതിലാണ്. നിങ്ങൾ ഈ ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. വേറെ ഒന്നുമല്ല. പത്മനാഭസ്വാമി ക്ഷേത്രക്കുളം കണ്ടിട്ടുണ്ടല്ലോ. ഈ മോഹൻലാൽ മമ്മൂട്ടി ഫാൻസിൻ്റെ കട്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം.
അല്ലാതെ ഇപ്പോഴുള്ള മോഹൻലാൽ മമ്മൂട്ടി ഫാൻസിൽ ഒരു പിള്ളേരെ ഞാൻ തെറ്റവരെ അവരെ ജോലി. ഞാൻ ഉള്ള കാലത്തുള്ളതാണ് ഞാൻ പറയുന്നത്. അന്നാണ് ഈ കേരളത്തിൽ ജീവകാരുണ്യം കൊണ്ടൊന്നും ഇപ്പോൾ തണിൽ മരം മറ്റെന്നെല്ലാം പറഞ്ഞ് ഒരുപാട് ആൾ ജീവകാരുണ്യം നിങ്ങൾക്ക് സംശയമുണ്ട്. ചിത്ര ഹോമിൽ പോയി നോക്ക്. എറണാകുളത്ത് കാക്കനാട് ഉള്ള എല്ലാ ക്രിസ്ത്യൻ പള്ളികളും പോയി നോക്ക്, എല്ലാ തിയേറ്ററിലും നോക്ക്. അതൊക്കെല്ലാം വാലപാഠം പഠിപ്പിക്കുന്ന ഞാനാണ്. ഒരു ഷോ ആളേക്ക് വേണ്ടി വിട്ടുകൊടുക്കും പാവപ്പെട്ട പിള്ളേർക്ക് 3 ദിവസം. കണ്ണ് കാണാൻ വയ്യ, കാത് കേൾക്കാൻ വയ്യ, അവർ കാണും. അവർ പറയണ്ട ഇത് മമ്മൂട്ടി സാറാണ്, ഇത് സുരേഷ് ഗോപിയാണ്, ഇത് മോഹൻലാലാണ്. അപ്പോൾ അവർക്കൊരു ഗുണം നമ്മൾ കൊടുത്ത് അതിൻ്റെ പേരിൽ ജീവകാരുണ്യങ്ങൾ വന്നു. അപ്പോഴാണ് ഞാൻ പത്മനാഭ ക്ഷേത്രത്തിൽ കുളത്തിൻ്റെ അവിടെ വയ്ക്കുമ്പോൾ അവിടുത്തെ ഈ കച്ചവടം ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചോളം ചാല മണക്കാട് കമലേശ്വരം തമ്പാനൂർ ഇതെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. അവൻ്റെ ചാലയിൽ എല്ലാവരും കൂടെ പറഞ്ഞ് തമ്പെണ്ണ നിങ്ങളെ കൊണ്ടേ വെക്കുള്ളൂ. ഇതാ ഇതിൽ പാത്രക്കുളത്തിൽ ഒരുപാട് ഈയിടയ്ക്ക് തന്നെ ഒരുത്തനെ കൊന്നിട്ട്. മിന്നൽ പരമേശ്വരപിള്ള സാറും അന്നത്തെ പോലീസിൻ്റെ പേടി സ്വപ്നമായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് മോഹൻലാൽ സാറ് മിന്നൽ പരമേശ്വരപിള്ള എന്ന് പറഞ്ഞ് ഒരു പടം എടുക്കാൻ പോയത്. അതും പോയി. ആ പടം എനിക്ക് ഉള്ള ജോലി എന്തറിയാം, എൻ്റെ തലയിൽ വിധി. ഞാൻ എല്ലാവരെയും കൊണ്ടുവന്ന് കഥ എഴുതും. കഥ എഴുതിൽ വാൽനാപുരം ബസ് റൂട്ട് ഒരു പിള്ളേർ, ആ പാവം തൃശ്ശൂരുള്ള 2 പിള്ളേർ, അവരെന്നെ ഓടിക്കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ, ഇതെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് ഇടയില്ല, എറണാകുളത്ത്. സ്വന്തം സ്ഥലം ശരണമാണെങ്കിലും എറണാകുളത്താണ് ഫാമിലി. അപ്പോൾ ഇവർ വന്നിട്ട് എൻ്റെ അമ്മ ദോഷത്തിലാണ്, എന്ത് വേണ്ട ചുരുക്കി പറയാം, സഹിക്കാതിരുന്ന് ഞാൻ പണം കൊടുത്ത് അവരെ ഞാൻ തന്നെ പറഞ്ഞ് കഥ എഴുതി വാൽനാപുരം ബസ് റൂട്ട്. അത് ഞാൻ ഉദ്ദേശിച്ചത് MGR സാറിൻ്റെ ഒരു പോക്ക് മോഹൻലാൽ സാർ ആ പടത്തിൽ അഭിനയിച്ചാൽ നന്നായിരിക്കുമെന്നും. അതിലാണ് MGR സാറ് പാവപ്പെട്ടവരെ കയ്യിലെടുത്തത്. ഞാൻ ആണയിട്ടാൽ അത് നടന്നു വിട്ടാൽ இந்த ஏழைகள் வேதனை പെടമാട്ടു, நான் உங்கள் வீட்டு பிள்ளை, ഇത് ഊരറിந்த ഉണ്മൈ. ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ കഥ എടുത്തത്. പക്ഷേ എന്തായിരുന്നാലും പറയില്ല, എൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ സാറിൻ്റെ സന്തസഹതാതി വന്ന് അതിനെല്ലാം കൂടെ കൊടാപ്രശ്നമാക്കി. ആ പടം റിലീസാകുമ്പോൾ ടൈറ്റിൽ എൻ്റെ കഥ വയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉന്നതമായ ആൾ പറഞ്ഞു ഡാൻസർ തമ്പിയുടെ തിരക്കഥ ഡാൻസർ തമ്പി എന്ന് പറഞ്ഞാൽ ആ പടം ഞങ്ങൾ റിലീസ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഈ പിള്ളേർ വീണ്ടും വന്ന് ഞങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പോയി, ആ പടം പോയി. അതുപോലെ നമ്മൾ ബഹുമാനപ്പെട്ട ജയസൂര്യ ഞാൻ വഴക്ക് പറയുന്നില്ല, എൻ്റെ നല്ല പയ്യനാണ്. നരസിംഹം പരം നടക്കുമ്പോഴാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ വരുന്നത്. അങ്ങനെ കണ്ട് പരിചയപ്പെട്ട് തീർന്നിട്ട് ജയസൂര്യയ്ക്ക് ഒരു പടത്തിൽ എന്തെങ്കിലും അഭിനയിക്കണം, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ പ്രിയനെ തൊട്ട് എല്ലാവരുടെയും കൊണ്ടുപോയി ജയസൂര്യയെ. വീട്ടിൽ രാവിലെ വന്ന് കിടക്കും, ഉറക്കണിക്കുമ്പോൾ അവനെ കാണുന്നത്. ഞാൻ വരക്കും എൻ്റെ ഭാര്യ മക്കളെല്ലാം പറയും, എന്തിനു വാപ്പിച്ച് പറയും, നമ്മുടെ മാമനല്ലേ. പക്ഷേ ജയസൂര്യ കേൾക്കണമെങ്കിൽ ഒന്ന് ഓർക്കുക, കാരണം ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ പിറക്കുന്ന ഞാൻ നിങ്ങളെ എവിടെയെല്ലാം കൊണ്ടുപോയി. അങ്ങനെ കോഴിക്കോട്ട് കൊണ്ടുപോയപ്പോഴാണ് പ്രിയം പറഞ്ഞത്, ഇപ്പോൾ ഈ പയ്യൻ്റെ റോള് ആ ഉണ്ടായിരുന്ന ആ പടം ഞാൻ എല്ലാം ഇപ്പോൾ മൊത്തം ഡമ്മിലാണെന്ന്. അങ്ങനെയാണ് വിനയൻ സാറ് നമ്മുടെ ഇപ്പോഴത്തെ VR പുള്ള എൻ്റെ എന്താ പറയുക, ഒറ്റ പടം കൊണ്ട് കേരളത്തിൽ പിടിച്ച് എടുത്ത. നീ അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, അത് ചിലപ്പോൾ പറയുമ്പോൾ അതൊരു ഇഷ്ടമില്ലാതെ എൻ്റെ കലാരംഗത്തുള്ളവർക്ക് വന്ന അതൊരു മോശമാണ്. ആ BK പിള്ള എന്ന് പറയുന്ന ആളിപ്പോൾ എറണാകുളത്താണെന്നാണ് എൻ്റെ തോന്നൽ, ഞാൻ കണ്ടിട്ടുമുണ്ട്. അന്ന് അങ്ങനെ അദ്ദേഹത്തിനെ കാണാതെ ആരും ഇരിക്കില്ല. ഞാൻ ഒന്നും എടുത്തു പറയുന്നില്ല, കാരണം അന്ന് അദ്ദേഹത്തിൻ്റെ പടം തുടങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അട്ടക്കുളങ്ങര പൂജപ്പര ജയിൽ, ഞാൻ ഒരുപാട് തവണ ജയിലിൽ കിടന്നിട്ടുണ്ടോ, 4 കൊല്ലം, 4 മാസം കയറ് സമരത്തിന്. നിങ്ങൾക്ക് ചിരിക്കാനുള്ള വകം തരുന്നുണ്ട്, കാരണം അറിയാം, ആനത്തലവട്ടം സാറെല്ലാം ഉള്ള സമയമായിരുന്നു. അന്ന് ചെറിയങ്കടി സമുദ്ര സംസ്കാര സമിതിയിൽ പ്രശ്നം, ജോലിയും കൂലിയില്ല. അപ്പോൾ ചെറിയങ്കടി എൻ്റെ വീട്ടിൽ ആൾക്കാരാണ്, ഞാൻ എവിടെ ചെന്ന് നോക്കിയാലും തേങ്ങ ഇതെല്ലാം തരും. എൻ്റെ ദോഷാലത്തിന് എൻ്റെ സഹോദരിമാർക്ക് ഞാൻ പങ്കെടുത്ത് ആറ്റങ്ങ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരെയും കൊണ്ട് നിർത്തി. അപ്പോൾ ഇവർ രാഷ്ട്രീയക്കാരെല്ലാം പറഞ്ഞു കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയണമെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജിക്ക് എന്നെ അറിയാം, പുള്ളിയും ചിരിക്കുന്നു ഞാനും ചിരിക്കുന്നു. കുറ്റം ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. 4 മാസം പൂജപ്പുര ജയിലിൽ കുളക്കട്ട തന്നെ ഒരു 10,000 പാവപ്പെട്ട പെണ്ണുങ്ങളായിട്ട് പോയി. ഇറക്കി വന്നപ്പോൾ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ എനിക്ക് ചെറിയ ഭയങ്കര സ്വീകരണം വെച്ച്. അപ്പോൾ ഏതോ കൊള്ളയെല്ലാം വിളിച്ചു പറഞ്ഞ്. പക്ഷേ 25 സ്ഥലത്തുള്ള സ്വീകരണം 2 സ്ഥലത്തുകൊണ്ട് കുറച്ച്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, അട്ടക്കുളരെ സംബന്ധിച്ചോളം ഞാൻ ഈ ചിത്രത്തിൻ്റെ ഒരു നല്ല 5-6 കട്ടൗട്ട് വെച്ചു.
വെട്ടിച്ച് കിഴക്കേക്കോട്ടയും വെച്ച്. അപ്പോൾ ആ കിഴക്കേക്കോട്ട ടക്കർ പോവും. അത് മോഹൻലാൽ സാറിൻ്റെ ഇതെല്ലാം ടക്കറടിച്ച് എല്ലാം പോയി. അന്നാണ് തിരുവനന്തപുരം ആറാട്ടിനെ പോലെ നിന്നത്. അതിപ്പോഴും പറയാണ്, PR പിള്ള എനിക്ക് 10 പൈസ തന്നില്ല. തെറ്റിദ്ധരിക്കരുത്. എല്ലാവരും പറയുന്നത് മോഹൻലാൽ സാർ എനിക്ക് വാരി വാരി ഇനി തരയണമെന്ന്. മോഹൻലാൽ സാറിന് വഴക്ക് പറയല്ല. മോഹൻലാൽ സാറിന് എനിക്ക് ചെയ്തിട്ടുണ്ട്, ചെയ്ത നന്ദിയോട് ഞാൻ പറയില്ല. ഇപ്പം ഞാൻ മഴ പെയ്യാതെ എൻ്റെ വീട്ടിൽ ലാലില്ലത്തിൽ കിടക്കുന്ന ആണെന്ന് ലാലില്ലെന്ന് പേരിട്ട തമ്പി കണ്ണന്താനമാണ്. എൻ്റെ പത്രക്കാരെല്ലാം ചോദിക്കും, എല്ലാം കൂടി 2 കോടി ലാൽ സാറ് മുടക്കിയല്ലോ, ഫിലിം വെർഷനിൽ ചെല്ലുമ്പോൾ എല്ലാം തുടങ്ങി. ഓ, ലാൽ സാറിൻ്റെ സ്വന്തം സഹതാദിയാണ്. എൻ്റെ സുഹൃത്തെ ലാൽ സാറ് ഒരിക്കൽ ദുബൈ പോകുമ്പോൾ എനിക്കൊരു 1.5 ലക്ഷം രൂപ സഹായിച്ചു. അല്ലാതെ ഒരു കണവായിട്ട് 1.5 ലക്ഷം രൂപ സഹായിച്ചു. എൻ്റെ കെട്ടിടം വയ്ക്കാനായിട്ട് ഒരു 1.5 ലക്ഷം രൂപ സഹായിച്ചു. അത് സഹായിച്ച കാശ് വേറെ ആൾ പറഞ്ഞ് അങ്ങ് വേണമെന്ന് പറഞ്ഞു. ഈ 4.5 ലക്ഷം രൂപയൊന്നും കൊണ്ട് ഒരു കെട്ടിടം വയ്ക്കാൻ ഒക്കില്ല സുഹൃത്തെ. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ലാൽ സാറിന് ഞാൻ ദേഷ്യം കൊണ്ടോ സ്നേഹം ഇല്ലാതെ എനിക്കൊന്നുമില്ല, അങ്ങേക്ക് അറിയാമല്ലോ. പക്ഷെ മാധ്യമ പ്രവർത്തകർ പറയും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറയുന്നൊന്ന്. എൻ്റെ കല്യാണക്കാര്യം മോള, അതിന് 6.5 ലക്ഷം രൂപയോളം മമ്മൂട്ടിയാണ് മുടക്കിയത്. ആ പുള്ളി കല്യാണത്തിന് 2 ദിവസം വരെ എൻ്റെ വീട്ടിൽ ആബാദിലും ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ മോഹൻലാൽ അതിനൊന്നും വരാൻ പറ്റിയില്ലായിരുന്നു. എനിക്ക് വിരോധമില്ല സാർ, അതെല്ലാം വരാത്തതിൻ്റെ കാരണമല്ല എനിക്കറിയാം. പക്ഷേ എൻ്റെ കെട്ടിടത്തിൻ്റെ പരിപാടി നിങ്ങൾ ഉദ്ഘാടനത്തിന് വരുമ്പോൾ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞ് അവിടെ ക്യാമറ ഇതെല്ലാം കൂടെ കൊണ്ട് ആഘോഷമായിരിക്കും, തമ്പിയുടെ എല്ലാ വട്ടുത്തനം കാണിക്കുമെന്ന്. നിങ്ങളന്ന് വന്നതില്ല സാർ, ഒരു ക്യാമറ ഉണ്ടായിരുന്ന സാർ. ചെന്ന് നോക്കുമ്പോൾ ആരാണ് ലോകത്തിൻ്റെ ചക്രവർത്തി, പ്രധാനമന്ത്രിയാണ് കരുണാകരൻ സാറ്. പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിക്കുമ്പോൾ വേറെ ആരോ തട്ടിക്കളഞ്ഞാൽ അതില്ലാതായിപ്പോയി. ആ കുടുംബത്തിലുള്ള പത്മജ വേണുഗോപാൽ എൻ്റെ മകൾക്ക് കൊണ്ടിട്ട പവൻ എത്രയെന്നറിയാം സാർ. ഇതൊന്നും നിങ്ങൾ വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല, നിങ്ങൾ കാരുണ്യവനാണെന്നറിയാം. നിങ്ങൾ കാരുണ്യവനായതിനെ കൊണ്ടാണല്ലോ ഈ ലോകം നിങ്ങളെ കാരുണ്യവനായിട്ടെല്ലാം കാണുന്നത്. അതിന് ഇറങ്ങുന്നതെല്ലാം ഞാനല്ലേ സാർ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും പറഞ്ഞേക്കുള്ളൂ, അല്ല നിങ്ങളെ മോശപ്പെടുത്തിയല്ല പറയുന്നത്, നിങ്ങളെ ക്ഷീണപ്പെടുത്തിയ ഒന്നും പറയില്ല. നിങ്ങൾ കൊടുത്തിട്ടുള്ള കൈ എടുത്ത് കൊടുത്താൽ വേറെ ആൾ അറിയില്ല. അതുപോലെ തന്നെ മമ്മൂട്ടി സാറും. പക്ഷേ മാധ്യമം എൻ്റെ ചോദിച്ചു ഇത് ഇത്രയും, അപ്പോൾ എനിക്കെങ്ങനെ സാറേ കള്ളം പറയാൻ നോക്കും? അത് നിങ്ങളെ മനസ്സല്ല സാറേ. നിങ്ങൾ കോടികളും മുടക്കാൻ തയ്യാറുള്ള ഒരാളാണ്. ഞാൻ ഒന്നുമില്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, അട്ടിമറി നടക്കുമ്പോൾ കോണാൻ പോലും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം കഴി തന്ന ഒരാളാണ്. കോണാൻ കഴിയും ചെല്ലി വൃത്തിയുടെയല്ല സാർ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഉള്ളതാണ്. അപ്പോൾ ഇത് നമ്മളിത് പറഞ്ഞു പോകുന്നതിൻ്റെ കാര്യം ദീർഘം കൊണ്ടോ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ വേറെ TV-ക്കാർ ചാനലിൽ വന്നിട്ട് ഓ തമ്പി ഇങ്ങനെ പറഞ്ഞു. എൻ്റെ സുഹൃത്തെ, ഞാൻ നടക്കുന്ന കാര്യങ്ങളല്ലേ പറയുന്നത്. ഇനി മോഹൻലാൽ സാറുമായിട്ടുള്ള ഫോട്ടോ നിങ്ങൾ കാണണോ? ഒരു 10 കൊല്ലം കാണാനുള്ളത് എൻ്റെ എറണാകുളം വീട്ടിൽ ഇവിടെയും കെട്ടിവെക്കുകയാണ്, രാഷ്ട്രീയത്തിലായിരുന്നാലും എല്ലാത്തിലായിരുന്നാലും. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, ദയവ് ചെയ്ത് മലയാള സിനിമയിൽ എൻ്റെ കാരുണ്യവരായ സംവിധായകന്മാരായിരുന്നാലും പ്രൊഡ്യൂസറായിരുന്നാലും ഏത് സംഘടനയായിരുന്നാലും ഒന്ന് രംഗത്ത് വന്ന് ഈ മലയാള സിനിമയിൽ കഷ്ടപ്പെട്ട് ഇന്ന് ദുഃഖത്തിൽ കിടക്കുന്ന ഒരുപാട് നമ്മളെ പ്രിയങ്കരന്മാരായ പെണ്ണുകൊണ്ട് ആണുകൊണ്ട് അവരൊന്ന് രക്ഷപ്പെടുത്താൻ ഒരു മാതൃക നിങ്ങൾ കണ്ടെത്തണം. ഒരു പക്ഷേ ഞാനിത് പറഞ്ഞ് ഓവറായി പോയെങ്കിൽ നിങ്ങളെനിക്ക് മാപ്പും തരണം. നിങ്ങൾക്കറിയാലോ എനിക്ക് പറയാൻ ഒരുപാടുണ്ടെന്ന്. ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം, കലയില്ലെങ്കിൽ ലോകമില്ല, ലോകമില്ലെങ്കിൽ കലയില്ല. കഴിഞ്ഞു പോയൊരു പോയി, പക്ഷെ ആരും പോയിട്ടില്ല. ഇനി ഒരു കാര്യം കൂടെ 2 കാര്യം കൂടെ പറയാം. തിക്കുറിശുപ്പൂപ്പൻ കവടിയാറിലാണ് സാറേ താമസിക്കുന്നത്. നമ്മളെല്ലാം തിക്കുറിശുപ്പൂപ്പനാണ്. അദ്ദേഹം ഉള്ള സമയത്ത് നമ്മളെ നടന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും കവടിയാറിൽ. എന്തിനാണ്? നിങ്ങൾക്കറിയാമോ, ജഗതി ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് എങ്കിൽ ആചാര്യ സാറ്. ഇവരെല്ലാം കൂടെ കൂടിയുള്ള കഥ പറയണ്ടല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ തിക്കുറിശുപ്പൂപ്പൻ്റെ ആ വീട് കിടക്കുന്ന അറിയാം. ചുടുകാടിന് ഒരു അന്തസ്സുണ്ട് സാർ. ഞാൻ പോയി കണ്ടിട്ട് കരഞ്ഞാണ് വന്നത്. എൻ്റെ അപ്പൂപ്പൻ്റെ, നിങ്ങളുടെ അപ്പൂപ്പൻ്റെയാണ്. നിങ്ങൾ ഇത്രയെല്ലാം കാണിക്കുന്നില്ല, എല്ലാവരും കൂടെ ചെന്നിട്ട് അത് ഒന്നൊരു സ്മാരകമാക്ക് സാറേ, അല്ലെങ്കിൽ അതിനൊന്ന് വൃത്തിയാക്കിയെടുക്കുക സാർ. അതുപോലെ തന്നെ OMB സാറ്, ഇവരെല്ലാം ആരൊക്കെയാണ്? മാധവിക്കുട്ടിയമ്മ, ജാതി പറയണ്ട, ഇവർക്കെല്ലാം. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ വേറൊരു കഥ ഇതിൻ്റെ അകത്ത് വെച്ചാണ് നീ തുടരുന്നത്. നേരത്തെ പറഞ്ഞില്ലേ ഞാൻ മൂത്രക്കുഴി നിരാരം കിടന്നെന്ന്. ആ നിരാരം കിടന്നപ്പോൾ 6 ബാലകൃഷ്ണപിള്ള സാറിൻ്റെ മരുമോനാണ് കളക്ടർ. പത്തറക്കുളം വൃത്തിയാക്കാൻ വേണ്ടി 3 ദിവസം മൂത്രപ്പുറത്തിൻ്റെ കിടന്ന്
എൻ്റെ മൂക്കെല്ലാം മാറി, കണ്ണെല്ലാം മാറി, അവിടുത്തെ ഈ ശ്രീകൃഷ്ണൻ്റെയും എല്ലാവരും രൂപങ്ങളെല്ലാം വിൽക്കുന്ന ആൾക്കാർ എന്നെ എടുത്ത് അടുത്ത ആൾ കൊണ്ടിട്ട് അവർ തന്നെ 2 തൊട്ടി വെള്ളമെല്ലാം വിറ്റ് കുളിപ്പിച്ചെടുത്ത്. പിന്നെ അതിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന ആരെന്നറിയാം, തിക്രു സുപ്പനെയാണ് ഞാൻ വിളിച്ചുകൊണ്ട് പോയത് ആ പത്മക്ഷേത്ര കുളം വൃത്തിയാക്കാൻ. നിങ്ങളുടെ ഈ തിരുവനന്തപുരത്തുള്ള എൻ്റെ ബഹുമാനപ്പെട്ട എല്ലാ ഫാൻസിലെ ആൾക്കാരും ഉണ്ടായിരുന്നു. അന്നാണ് ഫാൻസിൻ്റെ ജനങ്ങളെ കണ്ട് കണ്ണു നിറഞ്ഞ ദിവസം. നമ്മുടെ പള്ളിപ്പുറം ജവാന്മാർ വന്ന് തിരുവനന്തപുരം കംപ്ലീറ്റ് ഇളവി അവരുടെ സാന്നിധ്യത്തിലാണ് സാറേ അത് കംപ്ലീറ്റ് വൃത്തിയാക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു കുളം, മണിക്കുളം. അപ്പോൾ ഇവരെല്ലാം കൂടെ തീരുമാനിച്ച് ഗംഗാ ജമുന നദിയിൽ നിന്ന് കുടത്തിൽ നിന്ന് വെള്ളം കൊണ്ടുമാണ് ശുദ്ധീകരിക്കുന്നത്. ഞാൻ ഇടപെട്ട് ഒരു മുസ്ലിമും കൊണ്ടുവന്നാൽ കുഴപ്പമുണ്ടാന്ന് പണ്ഡിറ്റ് പറഞ്ഞില്ലാന്ന്. കഥയിലേക്ക് പോയാൽ ഒരുപാട് വരും. ഞാൻ ചെന്ന് ആ പണ്ഡിറ്റ് ഗംഗാ ജമുന നദിയുടെ അവിടെ പോയി. അവിടെ നിന്നൊരു തമിഴൻ പയ്യനെയും കൊണ്ടുപോയി അവിടെ നിന്ന് 4 ദിവസമാണ് സാറേ പല രീതിയിലും മന്ത്രം ചെയ്ത് എൻ്റെ അടി കാലിൽ തട്ടിക്കിടക്കുന്ന അത്രയും പ്രേതങ്ങളാണ്. അവിടെ നിന്ന് ഈ കുടവുമായിട്ട് വരുമ്പോൾ നേരെ മദ്രാസിൽ 20 നടക്കുകയാണ്. നമ്മുടെ മോഹൻലാൽ സാറുണ്ട്, തരങ്കിണി ശശിയുണ്ട്, ജോർജ് സാറുണ്ട്. അവരും കൂടെ കുട അലങ്കരിച്ച് എല്ലാ ആകർഷണം വെച്ച് വലിയ ബഹുമാനത്തോട് പൂജ ചെയ്താണ് മദ്രാസിൽ പ്ലേറ്റ് കയറ്റി എന്നെ വിട്ടത്. ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിൽ നമ്മൾ കർണാടക സാറ് മദ്രാസിൽ പോകാൻ നിൽക്കുകയാണ്. അദ്ദേഹം പണ്ട് ഒരു ഗുരുവായൂർ ഭക്തനാണല്ലോ. അദ്ദേഹം 5 മിനിറ്റ് വരെ വണങ്ങിയ സമയം ആ പ്ലേറ്റ് അവിടെ ഇട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാം നോക്കുന്ന അവിടെ ഫ്ലൈറ്റിൽ ഒരാളുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ കാണിച്ചു തരാം, പേര് പറയും. ഇപ്പോൾ എല്ലാവരും തഴഞ്ഞപ്പോൾ പത്മ ചേച്ചിയാണ് ആ പുള്ളിക്കൊരു അഭയം കൊടുത്തിരിക്കുന്നത്. അവിടുത്തെ സെക്യൂരിറ്റിയാണ്. ആര് പോയാലും അദ്ദേഹത്തിന് അറിയാതെ പോവില്ല. അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റിൽ വെച്ച് ഒരു വലിയ സ്വീകരണം ഞാൻ കണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ വന്നു പത്മനാഭസ്വാമി ക്ഷേത്ര കുളം വൃത്തിയാക്കി ഞാൻ ഗംഗാ ജമുന നദിയിൽ നിന്ന് ആ കുടം കൊണ്ടുവരുമ്പോൾ ഞാൻ ചെയ്ത ഒരു മനസ്സിൻ്റെ സ്നേഹമെന്നറിയാം. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ടെന്നി ജോസഫ്, ഡാൻസർ തമ്പി എഴുതിയിട്ടാണ് ആ മണിക്കുളത്തിൽ ഞാൻ കുട ഇറക്കിയിരിക്കുന്നത്. പണ്ടിട്ട് പറഞ്ഞ് തമ്പി എന്നെ ഇറക്കണമെന്ന്. അന്ന് വൈകുന്നേരത്ത് മഴയും പെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ എൻ്റെ ചിത്രനാൾ മഹാരാജാവിൻ്റെ പേരിൽ ഏറുപെട്ട് വേണമെന്ന് പറഞ്ഞ് രാജഭവൻ്റെ മുമ്പിൽ ഞാനും എൻ്റെ ഭാര്യയെല്ലാം പോയി നിരാരം കിടന്നു. ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് മീശൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഇന്ന് വരെയ്ക്കും അത് റെഡിയായിട്ടില്ല സാർ. ഇനി അതിനു വേണ്ടി ഉന്നതമായ കോടീശ്വരൻ, അത് ഒരു മുതലാളിയുടെ പേരാണ് ഡൽഹിയിലുള്ള പറയുന്നത്. ഞാൻ അദ്ദേഹത്തിനെ മോശപ്പെടുത്തുന്നൊന്നും പറയുന്നില്ല. അത് ഒരു കണക്കിന് നല്ലതാണ്. നമുക്ക് എയർപോർട്ടിൽ വന്നിറങ്ങാൻ ഒരുപാട് സാധനങ്ങളെല്ലാം മേടിക്കാമല്ലോ. പക്ഷേ ആ മഹാരാജാവിൻ്റെ പേര് കൊടുക്കാത്തൊരു എയർപോർട്ടല്ല സാറേ. ഇന്ന് എന്തെല്ലാം അന്താരാഷ്ട്ര എയർപോർട്ട് വന്നാലും അതിനുവേണ്ടി എത്ര തവണ നിരാരം കിടന്ന് സെക്രട്ടേറിയറ്റ് കിടന്ന് നിരാരം ബഹുമാനപ്പെട്ട മമ്മൂട്ടിയാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. 12 ദിവസമാണ് സാറേ ഞാൻ അവിടെ കിടന്നത്. 12 ദിവസം കളിയല്ല. ഞാൻ കിടക്കുന്ന സമയത്ത് അടുത്തൊരു തമിഴൻ പയ്യൻ ഇരിക്കും ആ സെക്രട്ടറിൻ്റെ ഫ്രണ്ടിൽ. നമ്മളെ ബഹുമാനപ്പെട്ട പോലീസുകാർ വന്ന് അവൻ്റെ അടുത്ത് ചോദിക്കുന്നത്. 11ൻ്റെ അന്ന് അവൻ വന്ന് പറഞ്ഞ അണ്ണാ, ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങളാണ് ഒരു 11 ദിവസം ഇതിന് വേണ്ടി നിരാര കിടന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു കോലമായി. കേരളോപതിയെല്ലാം ഭയങ്കരമായിട്ട് എഴുതി, മനോരമ എല്ലാം എഴുതി, എൻ്റെ ഉണ്ട് പത്രങ്ങൾ. അപ്പോൾ ദേവിയത് അനന്തപുരി എന്നൊരു പേര് വേണമെങ്കിൽ നമ്മൾ അന്തരിച്ചു പോയ ഈ ലോകത്തിൻ്റെ രാജാവായ ചിത്തിരനാൾ മഹാരാജാവിൻ്റെ പേര് ആ എയർപോർട്ടിൽ നൽകിയല്ലെങ്കിൽ ഒരു ശാപമോശം ഈ കേരളത്തിലെ ലോകത്തുള്ള നമ്മളെ മലയാളിക്കെല്ലാം കിട്ടും. അപ്പോൾ ഇതിനു വേണ്ടി പറയണത് ഒരുപാട് കാര്യം ഈ തിരുവനന്തപുരം അനന്തപുരിയെക്കുറിച്ച് പറയാനുണ്ട്. നന്മയുടെ രൂപങ്ങൾ തിളങ്ങി നിൽക്കുന്ന ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും എൻ്റെ വാക്കുകൾ തീർന്നില്ല. എൻ്റെ ഈ ഷൂട്ട് ചെയ്ത പുള്ളി ബാക്കിയുള്ള പത്രത്തിൽ നിന്ന് എല്ലാം നിങ്ങളുടെ മുമ്പിൽ കാണിക്കും. അത് കാണിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഫേസ്ബുക്കിൽ ഡാൻസർ തമ്പി എന്നടിച്ചാൽ പല വേഷങ്ങളും പല ജീവകാരുണ്യം വരും. ഈ ഇടയ്ക്ക് ഒരു മൊബൈലൊരു ബുദ്ധിമാൻ ഭയങ്കര ബുദ്ധിയാണ്. എൻ്റെ മൊബൈലിൽ നിന്ന് എന്നെ എടുത്തിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, അത് കാണിച്ചിട്ട് പ്രക്ഷേപണം ചെയ്തിരിക്കുന്നു. എന്തൊരു വിട്ടിത്തരമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞ്, എനിക്ക് വേണ്ടപ്പെട്ടൊരു പോലീസ് ഓഫീസറും പറഞ്ഞ് അവൻ്റെ നമ്പർ കൊണ്ട് ആത്താക്കാൻ. ഞാൻ വേണ്ടാന്ന് പറയും. കാരണം എന്നറിയാം, എന്നെ കൊണ്ട് എനിക്ക് 10 പൈസ കൊടുക്കാനില്ലല്ലോ. അവന് എന്നെ കൊണ്ടാണ് ഞാൻ ജീവിക്കണമെങ്കിൽ അത്രയും കണ്ടെങ്കിൽ നന്ദി, അവനോട് നന്ദിയോടെ പറയണേ. ഇത് കണ്ടെന്തെങ്കിലും ചെയ്യും. എൻ്റെ സുഹൃത്തെ, ഞാൻ ആരെയും ഒരു എറുമ്പിനെ പോലും നോവിക്കാത്തതാണ് സാറേ ഞാനും എൻ്റെ കുടുംബങ്ങളും. ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ.
ഞാൻ ആവശ്യമില്ല ആരെയും ഒന്നും പറയില്ല. ആരെയും ഒന്നും പറയില്ല. ചുരുക്കി പറയാണ്, ഇപ്പോഴ് മോഹൻലാൽ എന്നൊരു മഹാൻ ഈ കഴക്കൂട്ടത്ത് ഒരു ക്രിക്കറ്റ് കളി വന്നു. അപ്പോൾ ഈ മോഹൻലാൽ സാറിൻ്റെ എത്രയോ സുഹൃത്തുക്കൾ, ബഹുമാന ഫാൻസിൽപ്പെടുന്ന എത്രയോ പേര് അദ്ദേഹം എന്തോ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഒരുപാട് അസഭ്യങ്ങൾ ചീത്തലും വിളി ഞാൻ കേട്ടതാണ്. എൻ്റെ കൈ ഒടിഞ്ഞു കിടക്കുകയാണ് ഈ കണിയാപുരത്ത് കൂട്ടോട്ടം ഓടിയത്. ഈ കൈ വെച്ചിട്ടാണ് ഞാൻ സെക്രട്ടറി ചെന്ന് നിരാന കിടന്നത്. മോഹൻലാലിന് അങ്ങനെ പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒരു നന്മ കിട്ടുമോ, അദ്ദേഹമാണോ തെറ്റ് ചെയ്ത് പലരും ചെയ്തില്ലെന്ന്. അപ്പം ആദ്യമായിട്ട് ആ സദസ്സിൽ ഓടി വന്നതെന്നറിയാമോ, ഇന്ന് കേരളം അലങ്കരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ ചേട്ടൻ. അദ്ദേഹം ജീവകാരണത്തിൻ്റെ വേറെ ഭാഗമാണ്. വർഷങ്ങൾ മുമ്പേ ഡാൻസർ തമ്പി അറിയണ മുൻ മന്ത്രി വിജയകുമാർ സാറ് സെക്രട്ടറി എൻ്റെ പ്രസംഗത്തിന് വന്നിട്ടാണ് മോഹൻലാൽ മാത്രമോ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞ് എൻ്റെ ഉണ്ട് സാറിനെ. അത് ഇങ്ങനെ ഒരു മന്ത്രിയെക്കുറിച്ച് ഈ നേരിട്ട് ഒരു വീഡിയോയിൽ കള്ളം പറയോ? വേണമെങ്കിൽ ബഹുമാനപ്പെട്ട നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ സാറിനെ ഒന്ന് ചോദിച്ചു നോക്ക്, ഒരു കുഴപ്പമില്ല. അന്ന് ഞാൻ അത് നടക്കുമ്പോഴാണ് എൻ്റെ ഒരു മൈക്ക് ഉണ്ടായിരുന്നു. ആ മൈക്ക് ഞാൻ വിജയകുമാർ സാറിൻ്റെയും പുള്ളിയുടെ കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഇത് ഇരിക്കട്ടെ, എന്തെങ്കിലും ഒരു ഉപയം വരും. അത് വേണ്ട തമ്പി, നിങ്ങൾക്ക് ഇത് എപ്പോഴും സംസാരിക്കാനുള്ളതല്ലേ. പക്ഷേ എനിക്കൊരു സന്തോഷമുണ്ട്, അത് കൊടുത്തപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു ദിവസമെങ്കിലും സംസാരിച്ചിരിക്കില്ലേ. അപ്പോൾ പത്രക്കാരനും പറഞ്ഞ്, നിങ്ങളുടെ മന്ത്രി ഇതാ മന്ത്രി ആയല്ലോ, നിങ്ങളത് വ്യത്യസ്തത്വം കണ്ണിൻ്റെ മന്ത്രിയാണ്, നിങ്ങൾ മൈക്കിൻ്റെ കൊടുത്തപ്പോൾ അതായെന്ന്. അപ്പോൾ ഒരുപാട് സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ എല്ലാവർക്കും നന്മ ചെയ്യുള്ളൂ, എൻ്റെ പേരത്തിൽ പോയി ഒരു കാര്യത്തിനും പോയി നിൽക്കത്തില്ല. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നതിൻ്റെ കാരണം രാഷ്ട്രീയമെല്ലാം വന്ന് ഇനി രാഷ്ട്രീയം വരാൻ കിടക്കുന്നു. എന്നെ ചിറങ്കീട് പ്രേം നസീർ സാറിൻ്റെയും സത്യൻ സാറിൻ്റെ ഇതിൽ നാമത്തിൽ മത്സരിക്കാൻ പറയുന്നു. 100 വോട്ട് കിട്ടിയില്ലെങ്കിൽ 5 വോട്ട് കിട്ടുമോ? പക്ഷേ അവിടെ എത്ര കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പം ഞാൻ കണ്ടിരിക്കുന്നത് സത്യൻ സാറിൻ്റെയും നസീർ സാറിൻ്റെയും പേരിൽ നസീർ സാറിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയായ എൻ്റെ പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ സന്ധ്യതയെ മോൻ ഷാനവാസിൻ്റെ മുമ്പിൽ ഞാൻ ചോദിച്ചു, അദ്ദേഹം കേരളത്തിൽ നിന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗം പോയി വാപ്പച്ചിക്ക് വേണ്ടി ജീവൻ കളയുന്ന ആളാണ്. അപ്പോൾ ഞാനൊരു സംഭവം നടത്തിക്കോളാം അദ്ദേഹം ഓർഡർ തന്നു. അപ്പോൾ അതിൻ്റെ പേരിലൊരു ജീവകാരുണ്യം പത്മചേച്ചി എല്ലാം കൊള്ളിച്ചിട്ട് മഞ്ജു വാര്യമ്മ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ കേൾക്കണമെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് മഞ്ജു വാര്യർ. ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ആ കിട്ടുന്ന പൈസ ജസ്റ്റിസ് അഡ്വക്കേറ്റ് ഇബ്രാഹിം സാറിൻ്റെ അടുക്കെ കൊടുത്ത് മാധ്യമ പ്രവർത്തകരെയും കൈ കൊടുത്തിട്ട് മലയാള സിനിമയിലാവാതെ ഇന്നത്തെ കഷ്ടത്തെ അനുഭവിക്കുന്നവർക്ക് അതിലൊരു പങ്ക് എത്തിക്കാനുള്ള പരിപാടിയാണ് ഞാൻ നടക്കുന്നത്. കാരണം തമ്പി എന്തെങ്കിലും പറ്റിച്ച് പോക്കറ്റിൻ്റെ അകത്ത് ഇടില്ല. പക്ഷേ ഈ പറ്റും പറഞ്ഞ് കാരുണ്യ പ്രവർത്തനമെന്ന് പറഞ്ഞ് തടയിൽ മരമൊന്നും പറഞ്ഞ് ഇതെല്ലാം ഒരുപാട് ആൾക്കാരെല്ലാം വരും. പക്ഷേ ഇത് അന്നേ തുടങ്ങി വെച്ച ഒരു ജീവകാരുണ്യം ഞാനാണ്. അത് കഴിഞ്ഞിട്ടാണ് ആലുവ ശിശുഭവനെല്ലാം തുടങ്ങിയത്. അപ്പോൾ ഈ കായ് നമ്മുടെ മലയാള സിനിമയിൽ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാതെ അവർ മുമ്പ് കരയുമ്പോൾ കരയില്ല. ഒരുപാട് ആൾക്കാർ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിയുമ്പോൾ ഇവരുടെ നിന്ന് കണ്ണുരുട്ടയാണ്. അത് ഉരുട്ടാനുള്ള ഗതിയേട് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത് ഒരു അപേക്ഷയോടെ ഉണ്ട്. എന്നെ ഒരുപാട് ചാനലിൽ നിന്ന് വിളിച്ചിരുന്നു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയണമെന്ന്. വയ്യാത്തനെ കൊണ്ടല്ല, കൂടുതൽ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഇന്ന് ഞാൻ ഒരു പത്രസമ്മേളനം തിരുവനന്തപുരത്ത് നടത്തിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നതാണ്. അതിന് മുമ്പേ നിങ്ങളെ ഉപേക്ഷിക്കുന്നതല്ല. ഒരു തമ്പി ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് മാധ്യമ പ്രവർത്തകരുടെയും കേരള പോലീസിൻ്റെയും ലോകത്തുള്ള എല്ലാ കാരുണ്യം ചെയ്യുന്ന അവരുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്കെല്ലാ ഈ ലോകത്തുള്ളവർക്കും നന്ദി. എൻ്റെ ഈ മുഖം ലോകത്തിനോടൊപ്പം പറഞ്ഞയക്കുന്ന ഈ വീഡിയോ എടുത്ത ആ പുള്ളിയുടെ വാക്ക് ഞാൻ എഴുതി ടൈറ്റിൽ തന്നെ നിങ്ങൾക്ക് വിടുന്നതാണ്. വാക്കാല പറഞ്ഞാൽ പോരാ. അദ്ദേഹം ഈ ഷൂട്ട് ചെയ്തിട്ട് എന്നെ പറഞ്ഞതാണ്, 10 പടം ഷൂട്ട് ചെയ്താൽ ഇത്രയും മഹത്വം എനിക്ക് കിട്ടത്തില്ല. ഒരുപാട് സ്ഥലത്ത് നിന്ന് എനിക്ക് നന്മ പറഞ്ഞുകൊണ്ട് ഏതെല്ലാം രാജ്യത്തു നിന്ന് ഇവരെ വിളിച്ചു പറയണമെന്ന്. അവർക്ക് ഈ ഇത്രയും സീരിയൽ വന്ന കൂട്ടത്തിൽ പാവപ്പെട്ട ഡാൻസർ തമ്പീരെ ഏതിലും അങ്ങനെയാണ് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാനും അത് കാണുവാനും ഇടകൊട്ടി തന്ന ആ മനുഷ്യനും അതിൻ്റെ സ്ഥാപനത്തിനും ഓരോരുത്തർക്കും എടുത്തെടുത്ത് നന്ദി പറയാണ്. ലോകത്തുള്ള എല്ലാ എൻ്റെ മാധ്യമ വീഡിയോവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തമ്പുരാനെ, എത്രയോ പാവപ്പെട്ടവരെ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി, നമുക്ക് വേണ്ടി അകർത്തി കാക്കുന്ന വീരജവാന്മാർ അങ്ങനെ എത്ര പേരുണ്ട്. അവരുടെ എല്ലാം നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊറോണ ഇതോടെ പോയി.
നമ്മുടെ നാട്ടിലൊരു നന്മകളും സഹോദര സ്നേഹത്തോട് മനുഷ്യർ ജീവിക്കാനും അടി ബഹളമൊന്നുമില്ലാതെ ഈ കേരളത്തിലുള്ള പാവപ്പെട്ട എൻ്റെ ചെറുപ്പക്കാർക്ക് ഓരോ ജോലി, പെണ്ണുങ്ങൾക്ക് ജോലി, കുടുംബത്തിന് ജോലി, ഇതെല്ലാവരും കൂടെ ചേർന്ന് കൊടുത്ത് നമ്മളെ നാട് കേരളം എന്ന് പറയുന്നത് അറിയാമല്ലോ. പത്മക്ഷേത്രമുണ്ട്, ഭീമാവള്ളിയുണ്ട്, വെട്ടുകാട്ട് പള്ളിയുണ്ട്, ആറ്റോ കോവിലുണ്ട്. അവിടെ എല്ലാം തിങ്ങി പാർക്കുന്ന പലയിടത്ത് അമ്പലങ്ങളുണ്ട്. അവരെല്ലാം ദേവാലയങ്ങളിൽ പോയി വിളിക്കുന്നത് നന്മ വരാൻ വേണ്ടിയാണ്. ആ നന്മ എല്ലാവരും കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴും പറയാണ്, ഈ TV എനിക്ക് എൻ്റെ കൂടെ പകർത്തി പല ലോകത്തെ വിട്ട എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരാളുടെ കാര്യം എനിക്ക് പറയാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞ് നമ്മുടെ പ്രിയങ്കരനായ ഏതൊരു ജീവകാരുണ്യത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ക്രൈംബ്രാഞ്ച് നന്ദകുമാർ, കോവിലം ഗോപാലൻ ചേട്ടൻ. അവയ കേസ് കണ്ടുപിടിച്ച ആ പ്രിയങ്കരനായ സുഹൃത്ത് അന്ന് 10 കൊല്ലം മുമ്പേ നടന്നതാണ്. അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ വന്ന് ഞാൻ ലോറി കൊണ്ട് കെട്ടി വലിക്കുമ്പോൾ അദ്ദേഹം കേസിന് പോവാതെ എൻ്റെ കാര്യത്തിന് വന്നതാണ്. അന്ന് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കേസ് വിജയിക്കട്ടെ എന്ന്. അത് വിജയിച്ചു. അതിലും ഭാഗ്യവാനാണ്. എല്ലാവരിക്കും ഒന്നുകൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അത് വേറെ ആരുമല്ല, കൊറോണ നടക്കുമ്പോൾ ഇല്ലെങ്കിലും കാണാമറയാത്ത ഒരു രഹസ്യ കവിയാണ് നമ്മുടെ സോണിയാഗാന്ധിയുടെ PA ജോർജ് സാറിൻ്റെ അളിയൻ സാബു ചാക്കോ. 13 ഫ്ലൈറ്റ് നിയന്ത്രിച്ച കോട്ടയത്തുണ്ട്. അദ്ദേഹം കാണാതെയാണ് ഓരോ ജീവകാരുണ്യത്തിന് എന്നെ സഹായിക്കുന്ന. അതുപോലെ ഉമ്പൻ എന്നൊരാളുണ്ട് അമേരിക്കയിൽ. എത്ര മാസ് എന്തെല്ലാം അദ്ദേഹം എനിക്ക് അയച്ചു തരും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട്, ചെട്ടിക്കുളങ്ങര, ഒരു പാട്ട് പണ്ട് അവിടെ ഉള്ളതാണ്, പേരറിയില്ല. ആ ചേത്തിയെല്ലാം എന്നെ സഹായിക്കുന്ന കുടുംബങ്ങളും ഇവർക്കെല്ലാം കൂടെ ഒന്നുകൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ പര്യവസാനിക്കുന്നു.